ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൻ്റെ അകത്ത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ വരെയൊക്കെയായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയ ഫസ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയ ജേണൽ ബുക്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതിന്റെ കുറച്ചുകൂടി പ്രാക്ടീസ് വേണം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ജനറൽ ടോക്ക് ആയിരുന്നു, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പതുക്കെ കയറി സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കുറച്ച് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ഒക്കെയാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെപ്റ്റുകൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഏത് സ്ഥാപനത്തിലും അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഓണേഴ്സിനെ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓണേഴ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസസ്, ഫാമിലി റിലേറ്റഡ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ പൊസിഷനും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, മണിയിൽ പറയാൻ പറ്റുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും, അതുകൂടാതെ ഡ്വൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആസ് പെർ ഡബിൾ എൻട്രി സിസ്റ്റം, ഇത്രയൊക്കെയായിരുന്നു കോൺസെപ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടന്റുകൾ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ജനറൽ ടോക്കുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ് വരെ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ചുകൂടി പ്രാക്ടീസ് ആവാം. കുറച്ച് ട്രാൻസാക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണർ രാഹുൽ കോൺട്രിബ്യൂട്ടഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഓണർ സപ്പോസ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ രാഹുലാണെന്ന് കരുതുക. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. സ്ഥാപനത്തിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ആണ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. സോ ഇറ്റ് ഈസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഏത് ക്യാഷ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ആസ്പെക്ട് എപ്പോഴും ക്യാഷ് അക്കൗണ്ട്, ദെൻ രാഹുൽസ് ക്യാപിറ്റൽ, രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ പേഴ്സണൽ, നോമിനൽ, റിയൽ ക്ലാസിഫിക്കേഷൻസും ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാഷ്, അസറ്റ്, റിയൽ അക്കൗണ്ട്. പിന്നെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കുന്ന റൂൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് കുറച്ചും കൂടി പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമാവാം. രാഹുൽസ് ക്യാപിറ്റൽ, രാഹുൽ പേഴ്സണൽ അക്കൗണ്ട്. റൈറ്റ്. സോ അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ്. നമ്മുടെ സ്ഥാപനം പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ ഫോർ ഓഫീസ് യൂസിന് വേണ്ടി ഫർണിച്ചർ വാങ്ങിച്ചു. 40,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. സോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ടു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ഫർണിച്ചർ. ക്യാഷ്, അസറ്റ്, റിയൽ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡെപ്ത് നോളജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കാൻ മോഡേൺ അപ്രോച്ച് ഉണ്ട്. മോഡേൺ അപ്രോച്ച് പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിന് ഏത് രീതിയിൽ ഇൻഡയറക്റ്റ് വേയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ഡെപ്ത് നോളജ് ഉണ്ടാക്കുന്ന ട്രഡീഷണൽ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫർണിച്ചർ, അസറ്റ്, റിയൽ അക്കൗണ്ട്. അടുത്ത പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസസ് ₹8,000. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ, ടു ആസ്പെക്ട്, ഫസ്റ്റ് ക്യാഷ് ആൻഡ് ട്രാവലിംഗ് എക്സ്പെൻസസ്. ട്രാവലിംഗ് എക്സ്പെൻസസ്, ക്യാഷ്, അസറ്റ്, റിയൽ അക്കൗണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസസ് എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ട്.
അടുത്ത പർച്ചേസ്ഡ് ലാപ്ടോപ്പ് ഓൺ ക്രെഡിറ്റ് ഫ്രം വേണൂസ് ഫോർ ₹60,000. സോ വേണൂസിന്റെ ക്രെഡിറ്റിന് നമ്മുടെ സ്ഥാപനം ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തു. സോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ടു ആസ്പെക്ട്. ഫസ്റ്റ് വൺ ലാപ്ടോപ്പ് and Venus. Laptop asset, real account. Venus institution ആണ്, personal account. Okay. Then loan taken from South Indian Bank. Loan taken from South Indian Bank rupees 1,50,000. ലോൺ ടേക്കൺ ഫ്രം സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സോ നമ്മുടെ സ്ഥാപനം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ക്യാഷ് ട്രാൻസാക്ഷൻ, ടു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട് ആൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോൺ. ക്യാഷ് അസറ്റ്, റിയൽ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണൽ അക്കൗണ്ട്. ലോൺ റീപെയ്ഡ്, ലോൺ ആണ്, ലോൺ റീപെയ്ഡ് ടു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ലോൺ റീപെയ്ഡ് ടു സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോൺ 1,50,000 ആയിരുന്നു. അതിൻ്റെ അകത്ത് 50,000 റീപേ ചെയ്തു. സോ ഇറ്റ് ഇസ് ഓൾസോ ക്യാഷ് ട്രാൻസാക്ഷൻ. Cash transaction, to aspect cash account and South Indian Bank loan. Cash asset, real. South Indian Bank loan institution, personal account. Paid auto charges, paid ആണ്. Cash transaction, to aspect cash account and auto charges. Cash asset, real. Auto charges, expense, nominal account. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്ന് ഇന്നത്തെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ സെറ്റ് ചെയ്തു എന്ന് മാത്രം. കമ്മീഷൻ കിട്ടി. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ടു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട് ആൻഡ് കമ്മീഷൻ. ക്യാഷ് അക്കൗണ്ട് ആൻഡ് കമ്മീഷൻ. ക്യാഷ് അസറ്റ്, റിയൽ അക്കൗണ്ട്. കമ്മീഷൻ കിട്ടിയതാണ്. ഇൻകം, നോമിനൽ അക്കൗണ്ട്. ഇന്റർ എക്സാമുകൾക്ക് പോലും പേഴ്സണൽ, നോമിനൽ, റിയൽ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ എന്തായാലും നല്ലത് ഡെപ്ത് നോളജോടുകൂടി പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത അതേ സംഭവങ്ങൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം. സോ നമ്മൾ ഡ്വൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നീട് രണ്ട് ആസ്പെക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പേഴ്സണൽ ആണോ നോമിനൽ ആണോ റിയൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ. നമുക്ക് അടുത്ത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്യുമ്പോൾ പേഴ്സണൽ, നോമിനൽ, റിയൽ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഡെബിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയ ഫസ്റ്റ് ബുക്ക്, ജേണൽ ബുക്ക് എൻട്രി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് 4 ഐറ്റം: എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. റിയൽ അസറ്റ്,
പേഴ്സണൽ അക്കൗണ്ട്, പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ട്രാൻസാക്ഷൻസ് ഉണ്ടായി, രണ്ട് ആസ്പെക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തു. ആ രണ്ട് ആസ്പെക്റ്റുകളിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു പേഴ്സണൽ അക്കൗണ്ട്. ഒരു അസറ്റ് ആണെങ്കിൽ റിയൽ അക്കൗണ്ട്. എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്, എസ്പെഷ്യലി റവന്യൂ ആണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നോമിനൽ അക്കൗണ്ടാ. നോമിനൽ അറിയാം. നോമിനൽ അക്കൗണ്ട് ഇൻക്ലൂഡിങ് 4 ഐറ്റംസ് ആണ്: എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതിനെ രണ്ട് പേരാക്കുക. ആക്ച്വലി എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് നാലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ്പെൻസസ് സാലറി, കമ്മീഷൻ കൊടുക്കുക, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ്, ഇതൊക്കെ എക്സ്പെൻസസിന്റെ കാറ്റഗറിയിലാണ്. ഞാൻ ക്ലാസ് എടുക്കലല്ല. ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, ഈ വക സംഭവങ്ങളൊക്കെ ലോസുകളാണ്. ഓക്കെ, അതേപോലെ ഇൻകം, സെയിൽസ് ഇൻകം ആണ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണ്. അതേപോലെ ഗെയിനുകൾ ഉണ്ടാവാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഈസ് എ ഗെയിൻ. അപ്പോൾ ആക്ച്വലി എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ്. ബട്ട് ബേസിക് ലെവൽ നോക്കുമ്പോഴേ, ഫണ്ടമെന്റൽസ് നോക്കുമ്പോൾ ഇതിനെ നമുക്ക് 2 പേരായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾമോസ്റ്റ് സിമിലർ ആണ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അത് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് പ്രോസസ് ഫോളോ ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ നോമിനൽ അക്കൗണ്ട് പ്രകാരമാണെങ്കിൽ ഒരു ആസ്പെക്ട് കിട്ടി, അതിൽ എക്സ്പെൻസസ്, ലോസസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യാം. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഈ വക ടോപ്പിക്കൊക്കെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ജേർണൽ എൻട്രി നേരിട്ട് ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഡെപ്ത് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അക്കൗണ്ടിങ് ഓൾറെഡി പഠിച്ച ആൾക്കാർക്കും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കും ടോപ്പിക്കുകളൊക്കെ മനസ്സിലാവുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ സിലബസിൽ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് ഇൻക്ലൂഡിങ് ആണ്. അഡ്വാൻസ് ലെവൽ അല്ല. അഡ്വാൻസ് ലെവൽ മാത്രമല്ല, നമുക്ക് ഫണ്ടമെന്റൽസും വേണം, കുറച്ച് അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കുമ്പോൾ അതൊരു ബൈ ഹാർട്ടിങ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പോകേണ്ടി വരും. സോ ഫണ്ടമെന്റൽസ് കണക്ട് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മെമ്മറിയിൽ സൂക്ഷിക്കാം. നമുക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അക്കൗണ്ടിങ് മീൻസ് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ്, എക്സ്പെൻസസും ലോസസും, ക്രെഡിറ്റ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. റിയൽ അക്കൗണ്ട് അസറ്റ് ആണ്. അതിനെ 2 പേരാക്കണം. റിയൽ അക്കൗണ്ട്, അപ്പോൾ റിയൽ അക്കൗണ്ട് അസറ്റ് ആണ്. റൂൾ, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, അതിലൊരു ആസ്പെക്ട് അസറ്റ് ആണ്. ആ അസറ്റ് ആ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതാവാം, അതല്ലെങ്കിൽ ആ അസറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയതാവാം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ഒരു ആസ്പെക്ട് ഉണ്ടായി, ആ ആസ്പെക്ട് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. ആ അസറ്റ് നമ്മുടെ ഷോപ്പിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. നമ്മുടെ സ്ഥാപനം നിന്ന് പോയതാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു അവർ ബിസിനസ്. ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു അവർ ബിസിനസ്. സോ ലോജിക്ക് മനസ്സിലായല്ലോ. ഒരു ഇടപാടുണ്ടായി, നമ്മുടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടായി. ആ ട്രാൻസാക്ഷൻസ് ഡോളർ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു. പേഴ്സണൽ, നോമിനൽ, റിയൽ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ റിയൽ ആണ്, എസറ്റ് ആണ്. എസറ്റ് ആണെങ്കിൽ റിയൽ അക്കൗണ്ട് ആണല്ലോ. അപ്പൊ എസറ്റ് ആണെങ്കിൽ റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ എന്താ? ആ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ആ അസറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ആ അസറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ പോയതാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാം. സോ ഡെബിറ്റ് വാട്ട് അസറ്റ് കംസ് ഇൻ ടു അവർ ബിസിനസ്, ദെൻ ക്രെഡിറ്റ് വാട്ട് അസറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. ഇതാണ് റിയൽ അക്കൗണ്ട് റൂൾ. ശ്രദ്ധിക്കുക, ഇത് മോഡേൺ അപ്രോച്ച് അല്ല, അമേരിക്കൻ റൂൾ അല്ല, ട്രഡീഷണൽ അപ്രോച്ച് ആണ്. നല്ല ഡെപ്ത് നോളജ് ഉണ്ടാക്കാൻ പറ്റുന്നത് എപ്പോഴും ട്രഡീഷണൽ അപ്രോച്ച് തന്നെയാണ്. അടുത്ത പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസാക്ഷൻസ് ഉണ്ടായി, ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു. അതിലൊരു ആസ്പെക്ട് ഒരു വ്യക്തിയാവാം, ഒരു സ്ഥാപനമാവാം. ആണെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ട് ആണല്ലോ. അത് പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ആണ്. ആ പേഴ്സൺ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് റിസീവർ ആവാം. എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. റിസീവർ ആവാം.
സപ്പോസ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആൾക്ക് കാശ് കൊടുത്തു, അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഡുവൽ ആസ്പെക്ട് ക്യാഷും മിസ്റ്റർ എക്സും ആണ്. ക്യാഷ് എസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. എക്സിന് കാശ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ക്യാഷായ എസറ്റ് പോവുകയും ചെയ്യുന്നത്, അപ്പൊ ക്രെഡിറ്റ് ചെയ്യണം. എക്സ് വ്യക്തിയാണ്, പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആ ക്യാഷ് റിസീവ് ചെയ്ത ആളാണ് ആര്? എക്സ്. അപ്പൊ റിസീവറെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് ദ റിസീവർ. പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നേരിട്ട് ജേർണൽ എൻട്രിയിലേക്ക് വേണ്ട, ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി. ആ ട്രാൻസാക്ഷൻസിന്റെ അകത്ത് ഡുവൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു. ഒരു ആസ്പെക്ട് എക്സ്പെൻസോ ലോസോ ഇൻകമോ ഗെയിനോ ആണെങ്കിൽ നോമിനൽ അക്കൗണ്ട് ആണ്. അത് എക്സ്പെൻസും ലോസും ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഇൻകമും ഗെയിനും ആണെങ്കിലോ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്. അടുത്ത റിയൽ അക്കൗണ്ട്. ആ ആസ്പെക്റ്റിൽ ഒരു എസറ്റ് ആണെങ്കിൽ ആ എസറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നതാവാം, നമ്മുടെ സ്ഥാപനത്തിന് പുറത്തേക്ക് പോയതാവാം. വന്നതാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, പോയതാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഡെബിറ്റ് വാട്ട് അസെറ്റ് കംസ് ഇൻ ടു അവർ ബിസിനസ്, ദെൻ ക്രെഡിറ്റ് വാട്ട് അസെറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അടുത്ത പേഴ്സണൽ അക്കൗണ്ട്. ട്രാൻസാക്ഷൻസ് ഉണ്ടായി, ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു. ആ ഒരു ആസ്പെക്റ്റിൽ ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ആണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ആ പേഴ്സൺ നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം, ഗിവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ ജേർണൽ ബുക്കിൽ എൻട്രി എഴുതാൻ വേണ്ടി ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബേസിൽ കുറച്ച് പ്രാക്ടീസ് ആവാം. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും മനസ്സിലാക്കാൻ ശ്രമിക്കാം. റിപ്പീറ്റിംഗ് ആണ്. ബുക്കിലുള്ള എൻട്രി നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വന്തമായിട്ട് തന്നെ ജേർണൽ എൻട്രി സെറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ റിപ്പീറ്റിംഗ് എക്സാമ്പിൾ ആയിരിക്കും കേട്ടോ. ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദ ഓണർ രാഹുൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന്റെ അകത്തുനിന്ന് 25,000 രൂപ വിഡ്രോ ചെയ്തു. അതൊരിക്കലും ഡ്രോയിങ്സ് ആവില്ല. ഞാൻ ഡ്രോയിങ്സിന്റെ ക്ലാസ് എടുത്തിട്ടില്ല. എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാം. അപ്പോ ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദ ഓണർ രാഹുൽ ₹25,000. അപ്പൊ രാഹുൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ ബിസിനസിന് ആവശ്യമുള്ള എമൗണ്ടിനേക്കാളും കൂടുതലൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഓണർ വിഡ്രോ ചെയ്യേ. അതിനെ ഡ്രോയിങ്സ് എന്ന് പറയരുത്, വിഡ്രോയൽ ഓഫ് ക്യാപിറ്റൽ ആണ്. സോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ two aspects: cash account and Rahul's capital. Rahul's capital. Cash asset real account ആണ്. റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ക്യാഷ് അസറ്റ് ആണ്. സ്ഥാപനത്തിലേക്ക് വന്നാൽ ഡെബിറ്റ്, പോയാൽ ക്രെഡിറ്റ്. സോ ഗോസ് ഔട്ട് ആണ്. ഓണർ ക്യാപിറ്റൽ എടുത്ത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് കുറയാണ് ചെയ്യുന്നത്. സോ ക്യാഷ് ഗോസ് ഔട്ട് ആണ്. ക്യാഷ് ഗോസ് ഔട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. രാഹുൽസ് ക്യാപിറ്റൽ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട്. രാഹുൽ പേഴ്സൺ ആണ്. സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോകുമ്പോൾ മീൻസ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. രാഹുൽ റിസീവർ ആണ്. ക്യാഷ് റിസീവ് ചെയ്തയാളാണ്. ക്യാഷ് ഗിവ് ചെയ്തതല്ല, മുന്നേ ഗിവ് ചെയ്തതായിരുന്നു ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ക്യാഷ് ഗിവ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ റിസീവറാണ്. റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം. ഇപ്പൊ ജേർണൽ ബുക്കിൽ എൻട്രി, ഞാൻ വിശദമായിട്ട് ജേർണലിനെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. ജേർണൽ ബുക്കിൽ എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റ് ആസ്പെക്ട് എന്താ? രാഹുൽസ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് ആസ്പെക്ട് ക്യാഷ്. അപ്പൊ എൻട്രി എഴുതി കാണിച്ചു തരുന്നുണ്ട്. ജേർണലിനെ പറ്റി എനിക്ക് എക്സ്ട്രാ സംസാരിക്കാനുണ്ട്. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നുള്ള എൻട്രി വരുന്നതിന്റെ റീസൺ ഇതാണ്. ഒന്നുകൂടി
ട്രഡീഷണൽ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എൻട്രി ആയിട്ട് നമുക്ക് പിന്നീട് എഴുതാം. ജസ്റ്റ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് ഈ ഒരു നോളജ്, ഈ ഒരു പ്രിൻസിപ്പിൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. പുറത്തൊരു അക്കൗണ്ടന്റ് ചെയ്യുന്ന ജോലി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം. പെയ്ഡ് ഫോർ ചാരിറ്റി ആൻഡ് ഡൊണേഷൻ. നമ്മുടെ സ്ഥാപനം ചാരിറ്റി ആൻഡ് ഡൊണേഷന് വേണ്ടി പേയ്മെന്റ് ചെയ്തു, ക്യാഷ് കൊടുത്തു. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ. ടു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും ചാരിറ്റി ആൻഡ് ഡൊണേഷൻ അക്കൗണ്ടുമാണ്. ക്യാഷ് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട്. ക്യാഷ് അസറ്റ് റിയൽ ക്യാഷ് അല്ലെ, പെയ്ഡ് ഫോർ ചാരിറ്റി ക്യാഷ് അസറ്റ് ആണ്. ചാരിറ്റിക്ക് പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ പുറത്തേക്ക് പോവാണ് ചെയ്യുക. സോ ക്യാഷ് ഗോസ് ഔട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ചാരിറ്റി ആൻഡ് ഡൊണേഷൻ എക്സ്പെൻസാ, നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂള് എക്സ്പെൻസ് ആൻഡ് ലോസസ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ആസ്പെക്ട്. അപ്പോൾ ചാരിറ്റി ആൻഡ് ഡൊണേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് എഴുതണം. റീസൺ മനസ്സിലായി കാണും. വി ആർ ഫോളോയിങ് ട്രഡീഷണൽ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് അല്ല. മോഡേൺ അപ്രോച്ച് ഇതിലും സിമ്പിൾ ആണ്. അടുത്ത പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മിസ്റ്റർ എക്സ്. സോ ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. The credit transaction to aspect ഗൂഡ്സ് വാങ്ങിക്കുമ്പോൾ വേർഡ് പർച്ചേസ് എന്നുള്ള യൂസ് ചെയ്യണല്ലോ. പർച്ചേസ് ആൻഡ് മിസ്റ്റർ എക്സ്. പർച്ചേസ് എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂള് എക്സ്പെൻസിന് ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ എക്സ് പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ ഗൂഡ്സ് അല്ലെ, ഗൂഡ്സ് റിസീവ് ചെയ്ത ആളല്ല എക്സ്. ഗൂഡ്സ് ഗിവ് ചെയ്തയാളാണ്. ഗൂഡ്സ് ഗിവ് ചെയ്തവരാണ്. ഗൂഡ്സ് ഗിവ് ചെയ്ത ഗിവറാണ്. ഗിവറിനെ എന്ത് ചെയ്യണം? ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് എൻട്രി പെർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് എന്ന് എഴുതേണ്ടി വരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഗ്രാസ് റൂട്ട് ലെവലിലാണ് ക്ലാസ്സുകൾ. ഓക്കെ, ആദ്യമായിട്ട് അക്കൗണ്ടിങ് ക്ലാസ് കേൾക്കുന്ന ഫീൽ തന്നെ ഉണ്ടായിക്കോട്ടെ. നമുക്ക് എല്ലാ ടോപ്പിക്കുകളും വളരെ ഡെപ്തിൽ ക്ലാസ് എടുത്ത് തരും. ദെൻ പെയ്ഡ് ക്യാഷ് ടു മിസ്റ്റർ എക്സ്. എക്സിന് കാശ് കൊടുക്കാനുണ്ടായിരുന്നല്ലോ. ക്യാഷ് ട്രാൻസാക്ഷനാ. ക്യാഷ് ട്രാൻസാക്ഷൻ. ടു ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും മിസ്റ്റർ എക്സും ആണ്. ക്യാഷ് അസറ്റ് റിയൽ. ക്യാഷ് പെയ്ഡ് ക്യാഷ് ടു എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനം എക്സിന് കാശ് കൊടുക്കുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവാണ്. സോ ക്യാഷ് ഗോസ് ഔട്ട് ആണ്. അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. മിസ്റ്റർ എക്സ് പേഴ്സൺ, പേഴ്സണൽ അക്കൗണ്ട്. എക്സ് ക്യാഷ് ഗിവ് ചെയ്തതാണോ റിസീവ് ചെയ്തതാണോ? നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ റിസീവ് ചെയ്തയാളാണ്. ക്യാഷ് സ്വീകരിക്കുന്നയാളാണ്. ക്യാഷ് സ്വീകരിക്കുന്നയാളാണ്. റിസീവർ ആണ്. റിസീവറിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അക്കൗണ്ടിൽ പഠിച്ചവരോടാണ് ജേർണൽ ബുക്കിൽ എൻട്രി എഴുതുമ്പോൾ എക്സസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നുള്ള എൻട്രി വരാനുള്ള റീസൺ അതാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ക്ലാസ് കേൾക്കുന്നവർക്ക് ഈ എൻട്രി ജേർണൽ എന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഒന്നും പേടിക്കേണ്ടതില്ല. വളരെ സിമ്പിൾ മാറ്റർ ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊസീജിയറൊക്കെ സംസാരിക്കും. പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? 12,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മുടെ സ്ഥാപനം കൊടുത്തു. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ടു ആസ്പെക്ട് ഫസ്റ്റ് ക്യാഷ്, ക്യാഷും ഇൻട്രസ്റ്റ് ഓൺ ലോണും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ക്യാഷ് അസറ്റ് റിയൽ ആണ്. ഇൻട്രസ്റ്റ് ക്യാഷ് അസറ്റ് ആണ്. ക്യാഷ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. സോ ക്രെഡിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സ്പെൻസ് ആണ്.
നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ടഡ് ടു ക്യാഷ് എന്നുള്ള ജേണൽ എൻട്രി വരുന്നത്. സോൾഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ വൈ. നമ്മുടെ സ്ഥാപനം വൈക്ക് ഗൂഡ്സ് വിറ്റും ക്രെഡിറ്റിനാ. സോ ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ടു ആസ്പെക്ട് ഗൂഡ്സ് വിൽക്കുമ്പോൾ സെയിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമല്ലോ. സെയിൽ ആൻഡ് മിസ്റ്റർ വൈ. സെയിൽസ് ഇൻകം ആണ്. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. മിസ്റ്റർ വൈ പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന ഗൂഡ്സ് റിസീവ് ചെയ്ത ആളാണോ റിസീവ് ചെയ്തയാളാണ്. മിസ്റ്റർ വൈ റിസീവർ ആണ്. ഗൂഡ്സ് റിസീവ് ചെയ്തയാളാണ്. സോ റിസീവറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ വൈ ഇസ് അക്കൗണ്ടഡ് ടു സെയിൽസ് എന്ന് വരും. ക്യാഷ് വൈൻ്റെ അടുത്ത് ക്യാഷ് കിട്ടി. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഡബിൾ ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും മിസ്റ്റർ വൈയും ആണ്. ക്യാഷ് റിപ്പീറ്റിംഗ് ആണ്. അസറ്റ് റിയൽ ആണ്. ക്യാഷ് അസറ്റ് ആണല്ലോ. ഈ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ ക്യാഷ് വന്നതാണ്, സ്ഥാപനത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. മിസ്റ്റർ വൈ പേഴ്സൺ ആണ്. ക്യാഷ് ഗിവ് ചെയ്തയാളാണോ റിസീവ് ചെയ്തയാളാണോ? ക്യാഷ് ഗിവർ ആണ്. ഗിവറിനെ എന്ത് ചെയ്യണം? പേഴ്സണൽ അക്കൗണ്ട് ഗിവറിനെ എന്ത് ചെയ്യണം? ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡേറ്റഡ് ടു മിസ്റ്റർ വൈ. അപ്പൊ ഇതേപോലെ എന്ത് ട്രാൻസാക്ഷൻ, ഏത് ടോപ്പിക്, ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏത് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലും പേഴ്സണൽ നോമിനൽ റിയൽ എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിലും സിമ്പിൾ ആയിട്ട് മോഡേൺ അപ്രോച്ചിൽ കിട്ടും. ബട്ട് നല്ലത് ഡെപ്ത് നോളജ് കിട്ടാനും അതുകൂടാതെ എക്സാമിന് ഇൻഡയറക്റ്റ് വേയിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസും ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ നല്ല വഴി ട്രഡീഷണൽ അപ്രോച്ച് തന്നെയാണ്. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു ഇടപാട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഡുവൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്ത്, പേഴ്സണൽ നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻ ട്രഡീഷണൽ അപ്രോച്ചിൽ ചെയ്ത്, ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം റൂളുകൾ ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കിട്ടിക്കഴിഞ്ഞാൽ, മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. ഈവൻ ചെറിയ സ്ഥാപനങ്ങൾ പോലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഒക്കെ ഫോളോ ചെയ്യുന്ന കാലമാണ്. എങ്കിൽ പോലും നമ്മൾ പ്രൊഫഷണൽ ക്ലാസ്സുകളിൽ മാനുവൽ അക്കൗണ്ടിങ് ആയിട്ട് തന്നെ പഠിക്കണം. എന്നാലേ നമ്മുടെ മെമ്മറിയിലൊക്കെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഫസ്റ്റ് ബുക്ക് ജേണൽ ബുക്കാണ്. ഫസ്റ്റ് ബുക്ക് ജേണൽ ബുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് ജേണൽ ബുക്ക് എന്നല്ല, വലിയ ബുക്കാണ്. അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന എന്ത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരമുള്ള എന്ത് ഇടപാടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജേണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ് അതാണ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ് അതാണെങ്കിൽ ഇത്രയും കുറച്ച് സമയമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ബാക്കിയുള്ള ഓവറോൾ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫസ്റ്റ് ബുക്ക് ജേണൽ ബുക്കാണ്. വലിയ ബുക്കാണ്, കുറെ പേജുകളുള്ള ബുക്കാണ്. പണ്ട് ഒരു 10-20 വർഷം മുന്നേ ഒക്കെ ആണെങ്കിൽ സാധാ ഷോപ്പുകളിലൊക്കെ ഈ ജേണൽ ബുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിലൊക്കെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ പൊതുവെ മാനുവൽ അക്കൗണ്ടിങ് ആണ് ചെയ്യാറ്. ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ വക സാധനങ്ങളൊന്നും ഷോപ്പുകളിൽ നിന്നും കിട്ടണം എന്നില്ല. ഓക്കെ, ബട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും മാനുവൽ അക്കൗണ്ടിങ് പഠിക്കണം. എങ്കിൽ മാത്രമേ ഡെപ്ത് നോളജ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ജേണൽ ബുക്കിന്റെ എല്ലാ പേജുകളും ഓൾറെഡി ഫോർമാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാ പേജുകളും ഓൾറെഡി ഫോർമാറ്റ് ഒക്കെ റെഡിയാവും. എല്ലാ പേജുകളുടെയും ഫോർമാറ്റ് ഇതേപോലെയാണ് ഉണ്ടാവുക. ജേണൽ ബുക്ക് കുറെ പേജുകൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്. ഓൾറെഡി അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വളരെ സിമ്പിൾ മാറ്റർ ആയിരിക്കും. ബട്ട് ഒരുപാട് പുതിയ നമ്മൾ വളരെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിലുണ്ട്. ആ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്കൂൾ ലെവലിലോ യൂണിവേഴ്സിറ്റി ലെവലിലോ കിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ ഒറ്റയടിക്ക് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണം. സോ ജേണൽ ബുക്കിന്റെ ഫോർമാറ്റ് ഇതാണ്.
First date column, particulars column, ledger folio column, debit rupees, credit rupees. Debit rupees, credit rupees. ഇതാണ് format. ഓക്കെ, നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് നമുക്കൊന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ജേണൽ ബുക്കിൽ എങ്ങനെയാണ് എഴുതുക, കുറച്ച് ടേംസ് കൂടി നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് എക്സാമ്പിളിന്റെ ബേസിലാവാം. റിപ്പീറ്റിംഗ് ആണെന്നറിയാം. രാഹുൽ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഇത് മുന്നേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത അതേ സംഭവം തന്നെയാണ്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഡ്വൽ ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും രാഹുൽസ് ക്യാപിറ്റലും ആണ്. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് asset, റിയൽ അക്കൗണ്ട് റൂൾ അപ്ലൈ ചെയ്യുക. ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ് ആണ്, അസറ്റ് വരികയാണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും പേഴ്സണൽ അക്കൗണ്ട് ആണ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. പേഴ്സണൽ അക്കൗണ്ട്, ക്യാഷ് ഗിവ് ചെയ്തയാളാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ക്രെഡിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷ്, ക്രെഡിറ്റ് ആസ്പെക്ട് രാഹുൽസ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയില്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴേ ട്രാൻസാക്ഷൻസ് ഒന്നും ആരും ഇങ്ങനെ എഴുതി തരുമൊന്നുമില്ല. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസിനും ഡോക്യുമെന്ററി എവിഡൻസുകൾ ഉണ്ട്. സപ്പോസ് നമ്മളൊരു കസ്റ്റമർക്ക് ഗൂഡ്സ് വിൽക്കുമ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന ബില്ലിന്റെ ഒരു കോപ്പി ഉണ്ടാവും. ആ കോപ്പി നോക്കിയിട്ടാണ് ഡേറ്റും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സപ്പോസ് ഓണർ ക്യാപിറ്റൽ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് റെസീറ്റ് ഉണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓട്ടോ ചാർജസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൗച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സാലറി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വൗച്ചറുകൾ ഉണ്ടാവും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാസ്ബുക്ക് ഉണ്ടാവാം, പെയിൻ സ്ലിപ്പ് ഉണ്ടാവാം. അപ്പൊ എന്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും ആ ട്രാൻസാക്ഷൻസ് ഒന്നും എവിടെ പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആരും ബുക്കിൽ എഴുതി തരുമൊന്നുമില്ല. അപ്പൊ ഡോക്യുമെന്ററി എവിഡൻസുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ട്രാൻസാക്ഷൻസ് ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷും ക്രെഡിറ്റ് ആസ്പെക്ട് രാഹുൽസ് ക്യാപിറ്റൽ ആണെന്നുള്ള കാര്യം ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജേണൽ ബുക്ക് എടുക്കണം. ഫസ്റ്റ് പേജിൽ ഫോർമാറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പുതിയ സ്ഥാപനമാണ്, ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഫോർ എക്സാമ്പിൾ ആ ട്രാൻസാക്ഷൻ ഉണ്ടായത് എക്സാമ്പിൾ ആണ് 2025 ഏപ്രിൽ 1 കരുതുക. ട്രാൻസാക്ഷൻ എഴുതി തരില്ല. ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എല്ലാം ചെയ്യേണ്ടത്. സോ നമ്മൾ ഡെബിറ്റ് ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഇങ്ങനെ വേണം എഴുതാൻ. ക്രെഡിറ്റ് ആസ്പെക്ട് ഗ്യാപ്പ് കൊടുക്കണം, താഴെ ചെറിയ ഗ്യാപ്പ് കൊടുത്ത് ടു രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. LF കോളം ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൂടി സംസാരിക്കുമ്പോഴേ LF കോളത്തിന്റെ കാര്യം മനസ്സിലാവും. സോ ഡേറ്റ് കോളം ഫോർ റെക്കോർഡിംഗ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ് കോളം ഫോർ റെക്കോർഡിംഗ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്, ഡെബിറ്റ് റുപ്പീസ് ക്രെഡിറ്റ് റുപ്പീസ് ഫോർ റെക്കോർഡിംഗ് എമൗണ്ട് ഫോർ എക്സാമ്പിൾ എത്രയായിരുന്നു? 8 lakhs, 8 ലക്ഷം. ഓക്കെ, ഇനി അക്കൗണ്ടന്റായ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാനല്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എസ്പെഷ്യലി ഓണർ എന്നും അക്കൗണ്ടിങ് പഠിച്ച ആളാവണം ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ ജേണൽ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് നമുക്കറിയാം ഓണർ ആയ രാഹുൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താണെന്നുള്ള കാര്യം അറിയാം. ബട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണോ ഈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു രാഹുൽസ് ക്യാപിറ്റൽ മീൻ ചെയ്യുന്നത് അത് ചുരുക്കി ബ്രാക്കറ്റിൽ എഴുതണമല്ലോ. അതല്ലേ ഡബിൾ എൻട്രി ലാംഗ്വേജ്.
അത് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാവുന്നതാണ്. രാഹുൽ സ്റ്റാർട്ടഡ് ബിസിനസ്, രാഹുൽ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ, ബീയിങ് ജേർണൽ എൻട്രി ഫോർ സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ് ബൈ മിസ്റ്റർ രാഹുൽ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ബട്ട് അതിന്റെ പർപ്പസ് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കേണ്ടത്. സോ രാഹുൽ സ്റ്റാർട്ടഡ് ബിസിനസ്, രാഹുൽ സ്റ്റാർട്ടഡ് ബിസിനസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവും, റിസീറ്റ് ഉണ്ടാവും. ആ റിസീറ്റ് നമ്മുടെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. നമ്മൾ ഡേറ്റ് ആ റിസീറ്റ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്തു, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്തു, ജേർണൽ ബുക്ക് എടുത്തിട്ടു എഴുതി. അപ്പൊ ഈ ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, എല്ലാ കോളം ഞാൻ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിനെ ഡബിൾ എൻട്രി ലാംഗ്വേജിൽ ജേർണലൈസിംഗ് എന്ന് പറയും. ഓൾറെഡി എല്ലാം അക്കൗണ്ടിംഗ് പഠിച്ചവർക്കൊക്കെ സിമ്പിൾ മാറ്റർ ആണ്. അപ്പൊ ഡേറ്റ് കോളം ഫില്ല് ചെയ്ത്, പെർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ചെയ്ത്, എല്ലാ കോളങ്ങളും ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ ഡബിൾ എൻട്രിയിൽ ജേർണലൈസിംഗ് എന്ന് പറയും. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ജേർണൽ ബുക്ക് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ്. അതും ക്രോണോളജിക്കൽ ഓർഡറിലാവണം, ഡേറ്റിന്റെ ഓർഡറില്ല. 2025 ഏപ്രിൽ 1 ട്രാൻസാക്ഷൻ എൻട്രി എഴുതിയിട്ട് 2 അടുത്ത ഡേയിലേക്ക് പോവാതും. അതിനാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയാം. അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ്സുകളും വൗച്ചറുകളും നോക്കിയിട്ട് ജേർണൽ ബുക്കില് ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, LF കോളം, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം ഒക്കെ ഫില്ല് ചെയ്യുന്ന ഹോൾ പ്രോസസ് ഈസ് നോൺ ആസ് ജേർണലൈസിംഗ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ ആദ്യത്തെ വർഷത്തിന്റെ അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിങ് ഡേറ്റ് വരേക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന എന്ത് ഇടപാടുകളും നിങ്ങളുടെ സ്ഥാപനത്തിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിച്ചിട്ട് ജേർണൽ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എൻട്രി എഴുതണം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പിന്നീട് വരാം. നമുക്ക് ആദ്യം പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ടോപ്പിക്കുകളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാം. നമ്മുടെ സബ്ജക്ട് വളരെ സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് അക്കൗണ്ട്, അപ്പൊ ഇതിനെയാണ് ഡേറ്റ് കോളം, ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം? ജേർണലൈസിംഗ് എന്ന് പറയാം. ഇനി പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എഴുതുന്നതിനെ ജേർണൽ എൻട്രി എന്ന് പറയും. ജേർണൽ എൻട്രി. ഈ ഹോൾ പ്രോസസ് ജേർണലൈസിംഗ്. പെർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ക്യാഷ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എൻട്രി ചെയ്യുന്നതിന് ജേർണൽ എൻട്രി എന്ന് പറയും. ദാറ്റ് ഈസ് ദ കണ്ടന്റ് റെക്കോർഡഡ് ഇൻ ടു ദ പെർട്ടിക്കുലേഴ്സ് കോളം ഓഫ് ദ ജേർണൽ ബുക്ക് ഈസ് നോൺ ആസ് ജേർണൽ എൻട്രി. പിന്നെ ബ്രാക്കറ്റിൽ എഴുതുന്നതിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു. ഷോർട്ട് ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ, അബൌട്ട് ദ ജേർണൽ എൻട്രി ഈസ് നോൺ ആസ് നറേഷൻ. നറേഷൻ എഴുതുന്നത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് വ്യക്തമായിട്ട് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി ജേർണൽ ബുക്കിൽ എൻട്രി എഴുതുന്നത് സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ നോക്കിക്കൊണ്ടാവണം. ട്രാൻസാക്ഷൻസ് ആരും എഴുതി തരില്ല. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാൻസാക്ഷൻസ് 1 by 1 ആയിട്ട് വരുന്നു. ഞാൻ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ എൻട്രി ആയിട്ട് എടുത്ത് എഴുതുകയേ വേണ്ടു എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ബട്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ആരും ബുക്കിൽ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഒന്നും എഴുതാനൊന്നും ഉണ്ടാവില്ല. എല്ലാറ്റിനും ഡോക്യുമെന്ററി എവിഡൻസുകളാണ് ഉണ്ടാവുക. കസ്റ്റമേഴ്സിന് ഗൂഡ്സ് വിറ്റ് കഴിഞ്ഞാൽ ഇൻവോയ്സുകൾ ഉണ്ടാവും. സപ്ലയർമാരുടെ അടുത്ത് ഗൂഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സുകൾ ഉണ്ടാവും. സ്റ്റാഫിന് സാലറീസ് കൊടുത്തു കഴിഞ്ഞാൽ സാലറി സ്ലിപ്പുകൾ ഉണ്ടാവും. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്ബുക്കുകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാറ്റിനും ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാവും. ഈ ഡോക്യുമെന്ററി എവിഡൻസുകൾ ഇല്ലെങ്കിൽ അത് മാൽപ്രാക്ടീസ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ജേർണൽ എൻട്രികൾക്കും സപ്പോർട്ടിംഗ് ആയിട്ട് ഡോക്യുമെന്ററി എവിഡൻസസ് വേണം. അതൊരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റീരിയൽ എവിഡൻസ് കോൺസെപ്റ്റ്. ജേർണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഓർഡിനറി എൻട്രികൾക്കും ഡോക്യുമെന്ററി സപ്പോർട്ട് വേണം. ജേർണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രികൾ ഓർഡിനറി എൻട്രികൾ മാത്രമല്ല, വേരിയസ് ടൈപ്സ് ഓഫ് എൻട്രീസ് ഉണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പതുക്കെ വരാം. അപ്പോൾ ഓർഡിനറി എൻട്രികൾ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്ന ദിവസം ജേർണൽ ബുക്കിൽ എഴുതുന്നത് സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് നോക്കിക്കൊണ്ടാണ്. ആ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് നമ്മൾ എന്തായാലും കുറച്ചു കാലം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ജേർണലൈസിംഗ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജേർണൽ എൻട്രി എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് ക്ലിയർ ആണ്. ആൻഡ് മെറ്റീരിയൽ എവിഡൻസ് കോൺസെപ്റ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടിക്കൽ ടിപ്പുകളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതി വെക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രിന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജേർണലൈസിംഗ്, എന്താ ജേർണലൈസിംഗ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് മണി മെഷർമെന്റ് ട്രാൻസാക്ഷൻസ് ആണ്. മണിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ജേർണൽ ബുക്കിൽ എഴുതാൻ പറ്റുള്ളൂ. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് മണി മെഷർമെന്റ് ട്രാൻസാക്ഷൻസ് ഇൻ ദ
journal book on the basis of source documents and vouchers in chronological order is known as journalizing. It is a continuous process. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റിൽ എൻഡിങ് ഡേറ്റ് വരേക്ക് എന്തൊക്കെ ഇടപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ ജേർണൽ ബുക്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ സ്റ്റൈലാണ്, ഡബിൾ എൻട്രി ലാംഗ്വേജ് ആണ്. സെന്റൻസ് ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ ഷോർട്ട് സ്റ്റോറി ആയിട്ടൊന്നും നമുക്ക് ജേർണൽ ബുക്കിൽ എഴുതാൻ പറ്റില്ല. ഇപ്പൊ എഴുതി കാണിച്ചു തന്നതാണ് ഡബിൾ എൻട്രി ലാംഗ്വേജ്. ഓക്കെ, ജേർണലൈസിംഗ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താ, ജേർണൽ എൻട്രി ആണ്. ദ കണ്ടന്റ് റെക്കോർഡഡ് ഇൻ ദ പെർട്ടിക്കുലേഴ്സ് കോളം ഓഫ് ദ ജേർണൽ ബുക്ക് ഈസ് നോൺ ആസ് ജേർണൽ എൻട്രി. പിന്നെ നെറേഷന്റെ പർപ്പസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നെറേഷൻ എ ബ്രീഫ് ആൻഡ് ഷോർട്ട് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ജേർണൽ എൻട്രി ഫോർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഈസ് നോൺ ആസ് നെറേഷൻ. പിന്നെ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ, ഓർഡിനറി എൻട്രികൾ എഴുതണമെങ്കിൽ എന്തായാലും ഡോക്യുമെന്ററി സപ്പോർട്ടുകൾ വേണം. The documents on the basis of which translations are recorded into the journal book is known as per material evidence concept is known as source documents and voucher. എന്താ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഔട്ട്സൈഡേഴ്സ് ആയിട്ട് കാണണം ഓണേഴ്സിനെ. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്താ, മണിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഡോല ആസ്പെക്ട് എന്താ, സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അക്കൗണ്ടിംഗ് പ്രോസസ് ഫോളോ ചെയ്യുമ്പോൾ ഡോല ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിന് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മെറ്റീരിയൽ എവിഡൻസ് കോൺസെപ്റ്റ്. അപ്പൊ ജേർണൽ ബുക്കിൽ എന്ത് കാര്യം റെക്കോർഡ് ചെയ്യും, ഓർഡിനറി എൻട്രി, എസ്പെഷ്യലി ഓർഡിനറി എൻട്രികൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്യുമെന്ററി സപ്പോർട്ടുകൾ വേണം. ആ ഡോക്യുമെന്ററി സപ്പോർട്ടുകൾ നമ്മൾ സൂക്ഷിക്കണം. അതിനാണ് മെറ്റീരിയൽ എവിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയും. ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് into the journal book must be evidenced by, supported by source documents and vouchers is known as മെറ്റീരിയൽ എവിഡൻസ് കോൺസെപ്റ്റ്. അപ്പൊ ഇതാണ് ജേർണൽ ബുക്ക്. ഓക്കെ, അപ്പോൾ മനസ്സിലെപ്പോഴും സൂക്ഷിക്കുക, വലിയ ബുക്കാണ്. അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റിൽ എൻഡിങ് ഡേറ്റ് വരേക്ക് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പ്രകാരം എന്ത് ഇടപാടുകൾ നമ്മുടെ ബിസിനസ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ, എന്ത് ഇടപാടുകൾ ഉണ്ടെങ്കിലും ഇവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഫോർമാറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഓർഡിനറി ജേർണൽ ബുക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. വലിയ സ്ഥാപനങ്ങളാകുമ്പോൾ സ്പെഷ്യൽ ജേർണൽ ബുക്കുകൾ ഉണ്ടാകും. ഓർഡിനറി ജേർണൽ ബുക്കും ഹോൾ അക്കൗണ്ടിംഗ് പ്രോസസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പെഷ്യൽ ജേർണൽ ബുക്കിലേക്ക് വരാം. സോ മനസ്സിലാക്കി കാണുമല്ലോ ഫസ്റ്റ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ജേർണൽ ബുക്കിൽ ഓർഡിനറി എൻട്രികൾ എഴുതേണ്ടത്. ഓക്കെ, 2-3 എക്സാമ്പിൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സോ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ദ ബാങ്ക്, നമ്മുടെ സ്ഥാപനം ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടാകും, പാസ്ബുക്ക് ഉണ്ടാകും, പേയ്മെന്റ് സ്ലിപ്പ് ഉണ്ടാകും. അത് നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അപ്രോച്ച് ട്രഡീഷണൽ അപ്രോച്ചാണ് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്ത്. അപ്പോൾ എന്നിട്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ജേർണൽ ബുക്കിൽ എടുത്തെഴുതാൻ. സോ ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്, ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇത് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ജസ്റ്റ് ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രം. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. Dual aspect, cash account and bank account, cash account and bank account, cash asset, real, cash ബാങ്കിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അസറ്റ് ഒക്കെ പുറത്തേക്ക് പോലെ ചെയ്യുന്നത്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലേ സാർ, എസറ്റ് അല്ലേ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ട്രഡീഷണൽ അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്രോച്ചസ് ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനാണ്. ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ബാങ്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. ഇപ്പൊ റിസീവറിന് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പേഴ്സണൽ അക്കൗണ്ട്, റിസീവറിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്ട് ബാങ്ക്, ക്രെഡിറ്റ് ആസ്പെക്ട് ക്യാഷ്. സോ ജേർണൽ ബുക്ക് എടുക്കുന്നു, ഡേറ്റ് എഴുതുന്നു. എക്സാമ്പിൾ ആണ്, ഡേറ്റ് എഴുതുന്നു. ഡെബിറ്റ് ആസ്പെക്ട് ഏപ്രിൽ 4-ാം തീയതി ആണെന്ന് കരുതുക. ഡെബിറ്റ് ആസ്പെക്ട് ബാങ്ക്, ആക്ച്വലി ബാങ്കിന് പേരുണ്ടാവും. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡേറ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് ഫോർ എക്സാമ്പിൾ 60,000, 60,000. നറേഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, ആ ട്രാൻസാക്ഷൻ മീൻ ചെയ്യുന്നത് ചുരുക്കി എഴുതിയാണ്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്, ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഓക്കെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. ഓരോ എൻട്രികളും ഡബിൾ എൻട്രി റൂൾ പ്രകാരം സെപ്പറേറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ ജേർണൽ ബുക്കില് ഓർഡിനറി എൻട്രികൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അപ്രോച്ചസ് ട്രഡീഷണൽ അപ്രോച്ചാണ്.
അപ്പൊ മാനുവൽ അക്കൗണ്ടിങ് പ്രോസസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് 2 ബുക്കാണ്. അതിൽ ഫസ്റ്റ് ബുക്ക് ജേണൽ ബുക്കാണ്. ആ ജേണൽ ബുക്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എഴുതേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി കാണും. ഓക്കെ, ഇനി നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എവിടെയാണോ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റും ലോസും ഫൈനാൻഷ്യൽ പൊസിഷനും കൃത്യമായിട്ട് കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റും ലോസും ഫൈനാൻഷ്യൽ പൊസിഷനും മനസ്സിലാവില്ല. ജേണൽ ബുക്സ് ജസ്റ്റ് ബുക്ക് കീപ്പിംഗ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ആ ഫോർമാറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് മാത്രമാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ജേണൽ ബുക്ക് ഒരുപാട് പേജസ് ഉള്ള ബുക്കാണ്. ഈ പേജ് ഓരോ മീൻസ് ഒരു വർഷം എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, നമ്മുടെ സ്ഥാപനം എത്രയാണ് നഷ്ടമാണ് ലാഭമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഈവൻ ഒരു വർഷം എത്ര വർക്കേഴ്സിന് എത്ര രൂപയുടെ വേജസ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേണൽ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഓരോ പേജുകളിലാണ് വേജസിന്റെ എൻട്രി എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ജേണൽ ബുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ബിഗിനിങ് പ്രോസസ്സ് മാത്രമാണ്. ആ ജേണൽ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻട്രികൾ ഉണ്ടാവും കുറെ, അതിന്റെ ഡോക്യുമെന്ററി സപ്പോർട്ടുകൾ സൂക്ഷിച്ചിട്ടും ഉണ്ടാവും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ജേണൽ ബുക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ എന്താ പറയുക പ്രോഫിറ്റും ലോസോ അതല്ലെങ്കിൽ ഒരു വർഷം ടോട്ടൽ എത്ര രൂപയുടെ ഗൂഡ്സ് വാങ്ങിച്ചു, എത്ര രൂപയുടെ ഗൂഡ്സ് വിറ്റു എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ബുക്ക് കീപ്പിംഗ് ആണ്. അത് അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ് പ്രോസസ്സ് മാത്രമാണ് ജേണൽ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ സാധാരണ അക്കൗണ്ടിങ് ക്ലാസ് ഒക്കെ കേൾക്കുന്ന ഒരാൾ ആദ്യം ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് പഠിക്കുക. ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്ങിൽ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് അക്കൗണ്ട് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ചെയ്യുന്ന ജേണൽ ബുക്കിലാണ്. അത് കഴിഞ്ഞിട്ട് വേണം ക്ലാസിഫിക്കേഷനിലേക്ക് പോകാൻ. സോ അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എവിടെയാ? ജേണൽ ബുക്കിലാണ്. ഓക്കെ, അപ്പോൾ ജേണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോകാം. ആ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ഒന്ന് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ ഹോൾ അക്കൗണ്ടിങ് പ്രോസസ് ഒരുമിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നല്ല പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു 1 ഇയറിന്റെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരുമിച്ചെടുത്തുകൊണ്ട് ജേർണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഫൈനലൈസേഷനൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല 100% ക്ലാരിറ്റി നമ്മുടെ ഈ സബ്ജക്റ്റിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ടാണ് ക്ലാസ്സുകൾ മാനേജ് ചെയ്യുന്നത്. ജേണൽ ബുക്കിന്റെ കാര്യം സംസാരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ബുക്കാണ് ഏത്? ലെഡ്ജർ ബുക്ക്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജർ ബുക്ക് വലിയ ബുക്കാണ്. അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരേക്ക് ജേണൽ ബുക്കിൽ ജേണൽ എൻട്രികൾ എഴുതി കഴിഞ്ഞാൽ ലെഡ്ജർ ബുക്കിന്റെ പേജുകളിൽ ആ ഓരോ ആസ്പെക്റ്റുകളെയും കൊണ്ടുവയ്ക്കണം. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, ജേണൽ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസും ഫൈനാൻഷ്യൽ പൊസിഷനും മനസ്സിലാവില്ല. അത് ഒരു വർഷം പ്രോഡക്റ്റ് എത്ര രൂപയുടെ ഗൂഡ്സ് വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ജേണൽ ബുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ജേണൽ ബുക്കിൽ ഒരേപോലെ വന്ന കാര്യങ്ങളെ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയ രണ്ടാമത്തെ ബുക്കായ ലെഡ്ജർ ബുക്കിന്റെ ഓരോ പേജുകളിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ, അപ്പോൾ ഓരോ പേജുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും മനസ്സിലാവുന്നില്ല. സോ അതിനുശേഷം ഡബിൾ എൻട്രി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ജേണൽ ബുക്കിൽ എൻട്രികൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ജേണൽ ബുക്കിലുള്ള എൻട്രികൾ നോക്കി അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ നോക്കിയിട്ടാണ് ജേണൽ ബുക്കിൽ ഓർഡിനറി എൻട്രികൾ എഴുതുക. ആ ഓർഡിനറി എഴുതിയ എൻട്രികൾ നോക്കിയിട്ട് ലെഡ്ജർ ബുക്കിന്റെ അക്കൗണ്ടുകളിലുള്ള ഓരോ പേജുകളിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ രണ്ടാമത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ് ലെഡ്ജർ ബുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിലുണ്ടാവട്ടെ, വലിയൊരു ബുക്കാണ്. അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബുക്കാണ് ലെഡ്ജർ ബുക്ക്. വലിയ ബുക്കാണ്. ഓക്കെ, ഈ ബുക്കിന്റെ എല്ലാ പേജസും ഓൾറെഡി ഫോർമാറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജേണൽ ബുക്കിനെ സംസാരിച്ച പോലെ തന്നെ കുറെ വർഷം മുന്നേയൊക്കെ ബുക്ക് സ്റ്റാളിലൊക്കെ അവൈലബിൾ ആയിരുന്നു. സ്റ്റേഷനറി ഷോപ്പുകളിലേക്ക് നമുക്ക് ലെഡ്ജർ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പോഴും ആരും ഫോളോ ചെയ്യാത്തതുകൊണ്ട് അതൊന്നും അവൈലബിൾ അല്ല. കാരണം ഈവൻ ചെറിയ സ്ഥാപനങ്ങൾ പോലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജ് എപ്പോഴും ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജ് ഇൻഡെക്സ് പേജ് ആയിരിക്കും. ഇൻഡെക്സ് പേജ് ആണ്, കുറച്ചൊക്കെ അറിയാവുന്നതാണ്. സോ പേജ് നമ്പർ 1 ടു പേജ് നമ്പർ 50 വരെ ക്യാഷ് അക്കൗണ്ട് അങ്ങനെ ഒരു ഓർഡർ ഒക്കെ ഉണ്ടാവും. സോ ഫസ്റ്റ് പേജ് ഇൻഡെക്സ് ആയിരിക്കും. ഇൻഡെക്സ് പേജിന്റെ പർപ്പസ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അടുത്ത പേജ് മുതൽ സോ ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജ് ഇൻഡെക്സ് പേജ് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത പേജ് മുതലുള്ള ഫോർമാറ്റ് ഇതാണ്. ഞാൻ സ്ക്രീനിൽ വരച്ച പോലെയാണ് ഫോർമാറ്റ് ഉണ്ടാവുക. സോ എല്ലാ പേജസും ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സോ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. സോ ലെഡ്ജർ ബുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 2 പാർട്ട് ടി ഷേപ്പിലാണ് ഉണ്ടാവുക. ടി ഷേപ്പാണ്. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോട്ട് ചെയ്യും. ഫസ്റ്റ് സൈഡ് കോളംസ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, 4 കോളംസാണ്. സെക്കൻഡ് സൈഡും സെയിം, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇങ്ങനെ ലെഡ്ജർ ബുക്കിന്റെ എല്ലാ പേജസും ഇങ്ങനെ ഈ ഫോർമാറ്റ് റെഡിയാക്കിയിരിക്കും. ഓക്കെ, ഇനി ലെഡ്ജർ ബുക്കിന്റെ ഫോർമാറ്റ് ഓക്കെ ആണല്ലോ. അപ്പൊ ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, JF കോളം, എമൗണ്ട് കോളം, സെക്കൻഡ് സൈഡും സെയിം ആണ്. ഇനി അപ്പോ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് നോക്കിയിട്ട് ജേർണൽ ബുക്കിൽ എന്ത് ചെയ്യണം? എൻട്രി റെക്കോർഡ് ചെയ്യണം. എൻട്രി റെക്കോർഡ് ചെയ്ത ഉടനെ തന്നെ ആ എൻട്രി റെക്കോർഡ് ചെയ്ത സെയിം ഡേയിൽ തന്നെ ലെഡ്ജർ ബുക്കിന്റെ കൺസേൺഡ് പേജിലുള്ള അക്കൗണ്ടുകളിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കൊണ്ടുവയ്ക്കണം. ഇതാണ് ഡബിൾ എൻട്രി നിയമം. അപ്പോ ഞാൻ ഫസ്റ്റ് ജേർണൽ ബുക്കിലെ ജേർണൽ എൻട്രി എഴുതുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഓർഡർ ഓഫ് ഡേറ്റ്. April 1 ട്രാൻസാക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രം April 2 ആ ഒരു ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയും. ലെഡ്ജർ ബുക്ക് വലിയ ബുക്കാണെന്നുള്ള ധാരണ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഓക്കെ, ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് അനലിറ്റിക്കൽ ഓർഡറിലാണ്, ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. നമ്മുടെ സ്ഥാപനത്തിന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പേജ് ഇൻഡെക്സ് പേജ് ആണ്. അതിന്റെ പർപ്പസ് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പോ അതിനുശേഷമുള്ള പേജുകളുടെ ഫോർമാറ്റ് മനസ്സിലായി കാണും. അപ്പോ ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടത് അനലിറ്റിക്കൽ ഓർഡറിലാണ്, ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന് സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ആവട്ടെ, അതല്ല ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ആവട്ടെ. അപ്പൊ ഇങ്ങനെ പ്രയോറിറ്റി ഉണ്ടാവും. അത് നമ്മുടെ സ്ഥാപനമാണ് ഡിസൈഡ് ചെയ്യുക. അതിനാണ് അനലിറ്റിക്കൽ ഓർഡർ എന്ന് പറയുക. സോ നമ്മുടെ ചോയ്സ് ആണ് ഏത് അക്കൗണ്ട് ഫസ്റ്റ് പേജിൽ വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ആവണം എന്നില്ല. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. നമുക്ക് എന്തായാലും ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. പുറത്ത് ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് വർക്ക് നമുക്ക് ക്ലാസ് റൂമിൽ മീൻസ് അസൈൻമെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ 100% ക്രിസ്റ്റൽ ക്ലാരിറ്റി നമ്മുടെ സബ്ജക്റ്റിൽ ഉണ്ടാവുള്ളൂ. അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ പറഞ്ഞു തരും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓരോ ചാപ്റ്ററുകൾ പഠിക്കുമ്പോഴാണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുക. അതിനുവേണ്ടി മാത്രമാണ്. സോ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എന്തായിരുന്നു ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ആണ്. രാഹുൽ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തു കണ്ടുപിടിച്ചു. ജേർണൽ ബുക്കിൽ നമ്മൾ എടുത്ത് എൻട്രി എഴുതിയല്ലോ. അപ്പോൾ ജേർണൽ എൻട്രി എഴുതിയ അന്ന് തന്നെ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ ലെഡ്ജർ ബുക്കിൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവണം. ലെഡ്ജർ ബുക്കിൽ രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവണം. അപ്പോൾ ലെഡ്ജർ ബുക്ക് വലിയ ബുക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ പേജുകളിലാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഉള്ളത് എന്നുള്ളത് തെരഞ്ഞുപിടിച്ച് സമയം വേസ്റ്റ് ആക്കേണ്ടി. അതുകൊണ്ടാണ് ഫസ്റ്റ് പേജിൽ ഇൻഡെക്സ് പേജ് കൊടുക്കുന്നത്. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഇൻഡെക്സ് പേജ് ഉണ്ട്. സോ പേജ് നമ്പർ 1 to 25 പേജ് വരെ ക്യാഷ് അക്കൗണ്ട് ആവാം. 26ാമത്തെ പേജ് മുതൽ 30ാമത്തെ പേജ് വരെ പർച്ചേസ്. അങ്ങനെ ഇൻഡെക്സ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇൻഡെക്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് കൺസേൺഡ് ഏത് പേജിലാണ് അക്കൗണ്ട് ഉള്ളത് എന്ന് ഈ ഫോർമാറ്റിൽ ഞാൻ നേരത്തെ ഒരു ഫോർമാറ്റ് പറഞ്ഞില്ല. ആ ഫോർമാറ്റിൽ കൺസേൺഡ് അക്കൗണ്ടുകൾ ഏത് പേജിലാണ് റെഡിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ടൈം സേവ്ഡ് ആവും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇൻഡെക്സ് പേജ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ നമ്മുടെ ലെഡ്ജർ ബുക്കിൽ ഞാൻ ഇൻഡെക്സ് വരച്ച് കാണിക്കുന്നില്ല. ഫസ്റ്റ് ഞാൻ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു പേജിൽ തന്നെ കുറെ അക്കൗണ്ടുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ 1 to വലിയൊരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ ക്യാഷ് ആസ്പെക്ടുകൾ കൂടി. അപ്പോൾ കുറെ പേജുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു 10 പേജ് ആയിരിക്കാം പർച്ചേസ് അക്കൗണ്ട് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 പേജ് ആയിരിക്കാം വേജസ് അക്കൗണ്ട് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പോൾ ലെഡ്ജർ ബുക്കിൽ ഞാൻ ഫസ്റ്റ് പേജിൽ ഓപ്പൺ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ഫസ്റ്റ് ജേർണൽ എൻട്രിയിൽ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഉണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിനെ അവിടെ ഡെബിറ്റ് ചെയ്യും. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും ബൈ ഹാർട്ടിംഗ് ഒന്നുമില്ല. എല്ലാം ഡബിൾ എൻട്രി നിയമങ്ങളാണ്.
ഡബിൾ എൻട്രി റൂളുകൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണല്ലോ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ലെഡ്ജർ ബുക്കിൽ എഴുതേണ്ടതും ഡബിൾ എൻട്രി നിയമം തന്നെ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, വേറെ ഒരു പേജിൽ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, വേറെ ഒരു പേജിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണ് ഞാൻ ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ ക്യാഷ് അക്കൗണ്ട് റെഡിയാക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്യാഷിനെ എന്താ ചെയ്തത്, ഡെബിറ്റല്ലേ ചെയ്തത്. അപ്പോൾ ലെഡ്ജർ ബുക്കിലുള്ള ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം, ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം. റൂളാണ്, ഡബിൾ എൻട്രി റൂളുകളാണ് പറയുന്നത്. ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്യാഷിന് ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പോൾ ലെഡ്ജർ ബുക്കിലുള്ള ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം. ഇനി അടുത്ത രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പോൾ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ ഓൾറെഡി രണ്ട് സൈഡുകളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ ലെഡ്ജർ ബുക്കിൽ ഫസ്റ്റ് അക്കൗണ്ട്, ഫസ്റ്റ് അക്കൗണ്ട്, ഫസ്റ്റ് അക്കൗണ്ട്, ഫസ്റ്റ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജ് ആണെന്ന് കരുതുക, ഫസ്റ്റ് പേജ് ആണെന്ന് കരുതുക. ഫസ്റ്റ് പേജിലാണ് ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഒരു 1 മുതൽ ഒരു 10 പേജ് വരെയൊക്കെ ക്യാഷ് അക്കൗണ്ടിലുള്ള സ്പേസ് കൊടുത്തതിന് ശേഷം എക്സാമ്പിൾ ആണ് കുറച്ച് ടേംസ് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു 11ാമത്തെ പേജിലാണ്, പേജ് നമ്പർ 11, പേജ് നമ്പർ 11ാമത്തെ പേജിലാണ് മീൻസ് രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനുള്ള സ്പേസ് കൊടുത്തതെന്ന് കരുതുക. രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 11ാമത്തെ പേജിലാണ്. ഫോർമാറ്റ് ഒക്കെ ഓക്കെ. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. 11ാമത്തെ പേജാണ്. JF കോളം LF കോളം ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഡേറ്റ്, പെർട്ടിക്കുലർ, ഇവിടെ ജേണൽ ഫോളിയോ വേണമല്ലോ. ഓക്കെ, ജേണൽ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ഞാൻ 11ാമത്തെ പേജിലാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പേജ് മുതൽ 10th പേജിൽ വരെ ക്യാഷ് അക്കൗണ്ടിലെ സ്പേസ് ആണ് ഞാൻ കൊടുത്തതെന്ന് കരുതുക. അപ്പം അടുത്തത് ഡെബിറ്റ് സൈഡ്, ദെൻ ക്രെഡിറ്റ് സൈഡ്. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 11ാമത്തെ പേജിലാണ്. രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, JF, amount, date, particulars, JF, amount. അങ്ങനെ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ലെഡ്ജർ ബുക്കിന്റെ 1ാമത്തെ പേജ് മുതൽ 10ാമത്തെ പേജ് വരേക്ക് ഞാൻ സ്പേസ് കൊടുത്തു ക്യാഷ് അക്കൗണ്ടിന്. 11ാമത്തെ പേജ് മുതൽ ഒരു 15 പേജ് വരേക്ക്, ഫോർ എക്സാമ്പിൾ 15ാമത്തെ പേജ് വരേക്ക് രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ സ്പേസ് ആണ് കൊടുത്തത്. സോ ഫസ്റ്റ് പേജിൽ ഇൻഡെക്സ് അവൈലബിൾ ആയിരിക്കുക. ലെഡ്ജർ ബുക്കിന്റെ ഫസ്റ്റ് പേജ് എപ്പോഴും ഇൻഡെക്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താ, സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സിന്റെ ബേസിസിൽ ജേണൽ എൻട്രി എഴുതി. എന്താ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു രാഹുൽസ് ക്യാപിറ്റൽ. അപ്പോൾ ജേണൽ ബുക്കിന്റെ കോളംസ് എന്തൊക്കെയാ, ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് റുപ്പീസ്, ക്രെഡിറ്റ് റുപ്പീസ്, ഇതാണല്ലോ കോളംസ്. നമുക്ക് പ്രൊഫഷണൽ എക്സാമുകൾക്ക് ഏത് ക്വസ്റ്റ്യനിൽ പല വിധത്തിൽ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ അക്കൗണ്ടിങ് ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് എൻ്റെ ക്ലാസ്സുകൾ നിർബന്ധമായിട്ട് കേൾക്കണം. കാരണം പുതിയ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിന്റെ ക്വാളിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ, ക്യാഷ് അക്കൗണ്ട്. സോ ജേണൽ എൻട്രി, ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്യാഷിന് ഡെബിറ്റല്ലേ ചെയ്തേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം. എപ്പോഴും തന്നെ കൊണ്ടുവയ്ക്കണം, എൻട്രി എഴുതി അന്ന് തന്നെ കൊണ്ടുവയ്ക്കണം. എൻട്രി ഫോർ എക്സാമ്പിൾ 2025 ഏപ്രിൽ 1. അപ്പോൾ 2025 ഏപ്രിൽ 1 ജേണൽ എൻട്രിയിൽ ക്യാഷിന് ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എഴുതണം യൂസിങ് ഓപ്പോസിറ്റ് നെയിം. അതാണ് ഡബിൾ എൻട്രി റൂൾ. ഓപ്പോസിറ്റ് നെയിം എന്താ, ടു രാഹുൽസ് ക്യാപിറ്റൽ. അപ്പൊ ഈ ജേണൽ എൻട്രി, ഈ രാഹുൽസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആസ്പെക്ട് ജേണൽ ഫോളിയോ, ജേണൽ ബുക്കിന്റെ 1ാമത്തെ പേജിൽ നിന്നാണ് വരുന്നത്. അതിനാണ് JF കോളം, ജേണൽ ഫോളിയോ, ജേണലിന്റെ പേജ് നമ്പർ. ഈ രാഹുൽസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആസ്പെക്ട് ജേണൽ ബുക്കിന്റെ 1ാമത്തെ പേജിലാണ്. അതിനാണ് JF. ഓക്കെ, എമൗണ്ട് 8 lakhs. ഇത് ജേണൽ എൻട്രി എഴുതി ഉടനെ തന്നെ ഇങ്ങനെ എഴുതണം. ഓക്കെ, അപ്പൊ ജേണൽ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ നോക്കിയിട്ട് ലെഡ്ജർ ബുക്കിന്റെ കൺസേൺഡ് ലെഡ്ജർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ എഴുതുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. ജേണലൈസിങ് മനസ്സിലായല്ലോ. അപ്പൊ ഇതിനെ പോസ്റ്റിംഗ് എന്നാണ് പറയുക.
അപ്പം ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്യാഷിനെ നമ്മൾ എന്താ ചെയ്തത്, ഡെബിറ്റ് ചെയ്തു. ലെഡ്ജർ ബുക്കിലുള്ള ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് നെയിം ഉപയോഗിച്ചിട്ട് എഴുതണം ടു രാഹുൽസ് ക്യാപിറ്റൽ എമൗണ്ട് 8 കോളം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ജേണൽ ഫോളിയോ, അപ്പോൾ ജേണൽ ബുക്കിന്റെ പേജസ് ഓക്കെ, ക്യാഷ് ഡേറ്റ് പെർട്ടിക്കുലർ എൽ എഫ് ലെഡ്ജർ ബുക്കില് ക്യാഷ് അക്കൗണ്ട് ഒന്നാമത്തെ പേജിലാണ്. ലെഡ്ജർ ബുക്കില് ക്യാഷ് അക്കൗണ്ട് ഒന്നാമത്തെ പേജിലാണ്. ലെഡ്ജറിന്റെ ഫോളിയോ, ലെഡ്ജറിന്റെ പേജ് നമ്പർ അതാണ് 1. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് പോസ്റ്റ് ചെയ്യണമല്ലോ. രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ലെഡ്ജർ ബുക്കിന്റെ 11ാമത്തെ പേജിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പൊ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കൊണ്ടുവയ്ക്കണം, ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. 2025 ഏപ്രിൽ 1 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ വെച്ച് പോസ്റ്റ് ചെയ്യണം. ബൈ, ആ എൻട്രിയുടെ ഓപ്പോസിറ്റ് നെയിം എന്തായിരുന്നു, ക്യാഷ് എന്നായിരുന്നല്ലോ. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം. ബൈ ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 8 lakhs. അപ്പോ ഓക്കെ, അപ്പോൾ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഫസ്റ്റ് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പോൾ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം യൂസിങ് ഓപ്പോസിറ്റ് നെയിം. ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാണ് ഡബിൾ എൻട്രി റൂൾ. ഡേറ്റ് കോളം ഫില്ല് ചെയ്തു, ബൈ ക്യാഷ്. ഇനി ഈ ജേണൽ എൻട്രി ജേണൽ ബുക്കിന്റെ 1ാമത്തെ പേജിൽ നിന്നാണ് വരുന്നത്, JF. ഓക്കെ. ഇനി രാഹുലിന്റെ ജേണൽ ബുക്കിൽ രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ, ഏതാ, LF കോളം. രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 11ാമത്തെ പേജിലാണ് ഉള്ളത്. ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ ബുക്കിന്റെ 1ാമത്തെ പേജിലാണ് ഉള്ളത്. ലെഡ്ജർ ബുക്കിന്റെ ഏതെങ്കിലും ഒരു പേജില് ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. കുറെ ഡിഫറെന്റ് പേജുകളിൽ ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പേജിൽ മാത്രം. രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറെ പേജുകളിൽ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം. അപ്പോ മനസ്സിലായി കാണുമല്ലോ അല്ലെ. അപ്പൊ ജേണൽ ബുക്കില് എൻട്രി എഴുതിയ ഉടനെ തന്നെ ലെഡ്ജർ ബുക്കിൽ എന്ത് ചെയ്യണം, കൺസേൺഡ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ജേണൽ ബുക്കിലുള്ള ജേണൽ എൻട്രികൾ നോക്കിയിട്ട് ലെഡ്ജർ ബുക്കിന്റെ കൺസേൺഡ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി ഞാൻ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു, രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും LF കോളം JF കോളം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2ാമത്തെ ജേണൽ എൻട്രി ഏപ്രിൽ 4 ഉണ്ടായത്. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ ബുക്കിന്റെ ഏതെങ്കിലും ഒരു പേജിൽ ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം ഒഴിവാക്കുകയാണ്, നമ്മൾ എന്തായാലും അസൈൻമെന്റ് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ക്യാഷ് അക്കൗണ്ടിന്റെ 2ാമത്തെ എൻട്രിയിലെ ക്യാഷ് അക്കൗണ്ട് എന്താ ചെയ്തത്, ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പോൾ ലെഡ്ജർ ബുക്കിലുള്ള ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. 2025 ഏപ്രിൽ 4 ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ വെച്ച് പോസ്റ്റ് ചെയ്യണം. ബൈ ഓപ്പോസിറ്റ് നെയിം ബാങ്ക് ആണ്. ആ എൻട്രിയുടെ ഓപ്പോസിറ്റിൽ എന്താ ഉള്ളത്, ബാങ്ക് ആണ്. സോ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം. എമൗണ്ട് 60,000. അപ്പോ ഈ എൻട്രി ജേണൽ ബുക്കിന്റെ 1ാമത്തെ പേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ലെഡ്ജർ ബുക്കിന്റെ ഏതെങ്കിലും ഒരു പേജില്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പേജ് മുതൽ 10th പേജ് വരേക്ക് ക്യാഷ് അക്കൗണ്ടിലുള്ള സ്പേസ് കൊടുത്തു. 11ാമത്തെ പേജ് മുതൽ 15ാമത്തെ പേജ് വരേക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള സ്പേസ് കൊടുത്തു എന്ന് കരുതുക. 16ാമത്തെ പേജ് മുതൽ പേജ് നമ്പർ 16, ലെഡ്ജർ ബുക്കിന്റെ പേജ് നമ്പർ 16ലാണ് ബാങ്ക് അക്കൗണ്ടിലുള്ള സ്പേസ് കൊടുത്തതെന്ന് കരുതുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഫോർമാറ്റ് ഒക്കെ സെയിം. എല്ലാ അക്കൗണ്ടുകളുടെയും ഫോർമാറ്റ് സെയിം ആണ്. ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നതാണ്. സോ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ എമൗണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമുക്ക് ഈ സംഭവം എന്താണ് സബ്ജക്റ്റ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുന്നതാണ് നല്ലത്. സോ ബാങ്ക് അക്കൗണ്ട് ആണ്, ഡേറ്റ്, particulars, JF, amount, and date, particulars, JF, amount. So journal entry ബാങ്ക് അക്കൗണ്ടിനെ ഏപ്രിൽ 4 ഡെബിറ്റ് അല്ലേ ചെയ്തേ. അപ്പൊ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. 2025 ഏപ്രിൽ 4 ഓപ്പോസിറ്റ് നെയിം ക്യാഷ് ആണ്, ടു ക്യാഷ് അക്കൗണ്ട്. ഈ എൻട്രി ജേണൽ ബുക്കിന്റെ 1ാമത്തെ പേജിൽ നിന്നാണ് വരുന്നത്. എമൗണ്ട് ബാങ്കിൽ ക്ലാസ് ഡെപ്പോസിറ്റ് ചെയ്ത് 60,000 രൂപയാണ്.
60,000 രൂപ, 60,000. ഓക്കെ. ദെൻ ജേണൽ ബുക്കിൽ LF കോളം ഉണ്ടല്ലോ, LF കോളത്തിൽ നമ്മൾ എങ്ങനെയാ ഫില്ല് ചെയ്യാം? ഫോർ എക്സാമ്പിൾ LF കോളം ബാങ്കിന് നേരെ ക്യാഷ് ഏത് പേജിലാണ്? ലെഡ്ജർ ബുക്കിന്റെ 1ാമത്തെ പേജിലാണ്. രാഹുലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 11ാമത്തെ പേജിലാണ്. ബാങ്ക് അക്കൗണ്ട് 16ാമത്തെ പേജിലാണ്. ഇതാണ് ഇതിന്റെ പർപ്പസ്. ഇതൊക്കെ പ്രാക്ടിക്കലി മാത്രമേ വേണ്ടൂ. നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ജേണൽ ബുക്കിന്റെ എൻട്രി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഈ LF കോളം JF കോളം ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ പ്യൂർലി പ്രാക്ടിക്കൽ കേസസ് ആണ്. ബട്ട് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരും. ട്രൂ ഓഫ് ഫോൾസോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനാണ് ഇത്രയും സമയം എടുത്തിട്ട് ലെഡ്ജർ ഫോളിയോ കോളം, ജേണൽ ഫോളിയോ കോളം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. സോ ജേണൽ ബുക്കിൽ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ നോക്കിയിട്ട് ജേണൽ ബുക്കിൽ എൻട്രികൾ ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് എൻട്രികൾ എങ്ങനെ എഴുതണം എന്ന് മനസ്സിലായി. ജേണൽ എൻട്രികൾ എഴുതി കഴിഞ്ഞാൽ ലെഡ്ജർ ബുക്കിലുള്ള കൺസേൺഡ് പേജിൽ ഓരോ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടന്റായ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് ജേർണലൈസിങ്ങും പോസ്റ്റിങ്ങും. ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നു അല്ലെ, ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് മുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നു. ഡുവൽ ആസ്പെക്ട് ക്യാഷ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഡുവൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. പേഴ്സണൽ മീൻസ് ഏതെങ്കിലും അപ്രോച്ച്, ഞാൻ മോഡേൺ അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും മനസ്സിൽ കണ്ടെത്തിയിട്ട് ജേണൽ ബുക്ക് എടുക്കുന്നു. ഇതേപോലെ എൻട്രി എഴുതുന്നു. സ്പോട്ടിൽ തന്നെ ലെഡ്ജർ ബുക്കിൽ 2 ആസ്പെക്റ്റുകൾ അക്കൗണ്ടുകളായിട്ടുണ്ടാവും, പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അക്കൗണ്ടന്റ് ഡെയിലി ചെയ്യുന്ന ജോലി എന്താ ലോകത്ത് എവിടെ പോയിട്ട് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സ് നോക്കിയിട്ട് ജേണൽ ബുക്കിൽ എൻട്രി എഴുതലും ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കലാണ്. അതുകൊണ്ടാണ് ജേണലൈസിങ്ങും പോസ്റ്റിങ്ങും കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, നമ്മൾ എന്തായാലും 100% ക്രിസ്റ്റൽ ക്ലാരിറ്റി നമ്മുടെ സബ്ജക്റ്റിന് ഉണ്ടാവണമെങ്കിൽ ഫുള്ളായിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ജേണൽ ബുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ടുകളിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ് ആയി കഴിഞ്ഞാലാണ് ബാക്കിയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് ആ സമയമാകുമ്പോൾ സംസാരിക്കാം. സോ തിയറി പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ പ്രാക്ടിക്കൽ ടിപ്പുകളാണ്. സോ ലെഡ്ജർ ബുക്ക്, the ledger book, it is the second book in accounting process. This book is used for classifying the recorded transactions in the journal book in an analytical order, or in the order of importance ആണ്. ഇത് സെക്കൻഡറി ബുക്ക് ആണ്. അപ്പൊ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഫസ്റ്റ് ബുക്ക് പ്രൈമറി ബുക്ക് ജേണൽ ബുക്കും സെക്കൻഡറി ലെഡ്ജർ ബുക്കും ആണ്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ ബുക്ക് സെക്കൻഡറി ബുക്കാണ്. അപ്പൊ സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ നോക്കിയിട്ട് ജേണൽ ബുക്കിൽ എൻട്രി എഴുതിക്കൊണ്ടേ ഇരിക്കണം. എൻട്രി എഴുതുന്ന സ്പോട്ടിൽ തന്നെ കൺസേൺഡ് ലെഡ്ജർ ബുക്കിലുള്ള കൺസേൺഡ് അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് അക്കൗണ്ടിങ് പ്രോസസ്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഡെപ്ത് നോളജ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ഒരാള് എന്തേ ചെയ്യേണ്ടു, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവനും കമ്പ്യൂട്ടർ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ലെവലിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലെഡ്ജർ ബുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ജേണൽ ബുക്കിലുള്ള ജേണൽ എൻട്രി എഴുതിയ ദിവസം തന്നെ ലെഡ്ജർ ബുക്കിലുള്ള കൺസേൺഡ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്ന പ്രോസസ്സിനെ പോസ്റ്റിംഗ് എന്ന് പറയണം. ഓക്കെ, the process of transferring journal entries from the journal book on the day of recording the transactions into the debit side or credit side of a ledger account in the ledger book is known as posting. It is also a continuous process. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അക്കൗണ്ടന്റ് ആയ നിങ്ങൾ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏത് സ്ഥാപനത്തിന്റെയും അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരേക്ക് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് പ്രകാരം, അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് പ്രകാരം സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചറുകൾ നോക്കിയിട്ട് ജേണൽ ബുക്കിൽ ഓർഡിനറി എൻട്രികൾ എഴുതുക. ഓർഡിനറി എൻട്രികൾ എഴുതിയ സ്പോട്ടിൽ തന്നെ ലെഡ്ജർ ബുക്ക് എടുത്തിട്ട് കൺസേൺഡ് അക്കൗണ്ടുകളുടെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതിക്കൊണ്ട് പോസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് രണ്ടും കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ ബുക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ജേണലൈസിങ് പോസ്റ്റിംഗ് ക്ലിയർ. അപ്പോൾ ഡെയിലി ചെയ്യുന്ന വർക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഡെയിലി അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് ആണ്. എന്താ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്?
ടോട്ടൽ ലൈഫ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷനെ സ്പ്ലിറ്റ് ചെയ്യണം. സപ്പോസ് നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനം 50 വർഷത്തേക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്താണെന്ന് കരുതുക. 50 വർഷം കഴിഞ്ഞിട്ട് ലാഭവും നഷ്ടം കണ്ടുപിടിച്ചാൽ പോരല്ലോ. ഓരോ വർഷവും ഓരോ അക്കൗണ്ടിങ് പീരീഡിൽ, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഓരോ അക്കൗണ്ടിങ് April 1 മുതൽ 31 മാർച്ച്, ആ April 1 മുതൽ 31 മാർച്ച് വരേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റുകൾ ജേർണൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത ഉടനെ തന്നെ ലെഡ്ജർ ബുക്ക് രണ്ടാമത്തെ ബുക്ക് ലെഡ്ജർ ബുക്കിൽ കൺസേൺഡ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തു. ഡെഫിനേഷന്റെ പാർട്ടാണല്ലോ. റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ. റെക്കോർഡിങ് ജേർണൽ ബുക്കിലാണ്. ക്ലാസിഫിക്കേഷൻ ലെഡ്ജർ ബുക്കിൽ ചെയ്തു. ഇനി സമ്മറൈസേഷൻ ചെയ്യണം. എങ്കിലേ പ്രോഫിറ്റും ലോസും ഫൈനാൻഷ്യൽ പൊസിഷനും കിട്ടുള്ളൂ. അപ്പോൾ ജേർണൽ ബുക്കിൽ എൻട്രി എഴുതി ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ട് ചെയ്ത് ഇയർ എൻഡിൽ സമ്മറൈസേഷൻ, ട്രയൽ ബാലൻസ്, ബാക്കിയുള്ള ഫൈനലൈസേഷൻ ഉണ്ടല്ലോ. അതൊക്കെ ഫൈനലൈസേഷൻ പ്രോസസ് ഒക്കെ വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടും മാർക്ക് സ്കോറിങ്ങിന് വേണ്ടി എന്നുള്ള രീതിയിൽ മാത്രമേ സ്കൂൾ ലെവലിലും ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ പർപ്പസിലേക്ക് വരുമ്പോഴാണ് അക്കൗണ്ടിങ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അത് ആ രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പ്രകാരം ഓരോ അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റിലും എൻഡിങ് ഡേറ്റ് വരേക്കുള്ള ട്രാൻസാക്ഷൻസിനെ, മണി ഇയർ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനെ ജേർണൽ ബുക്കിൽ എൻട്രി ആയിട്ട് എഴുതണം. ലെഡ്ജർ ബുക്കിൽ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യണം. ഇയർ എൻഡിൽ എന്താ പറയുക, ബാലൻസിങ് അങ്ങനെയുള്ള പരിപാടികളുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ട്രയൽ ബാലൻസ് എടുക്കണം, ഫൈനലൈസേഷൻ ചെയ്യണം. അടുത്ത അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ ജേർണൽ ബുക്ക് യൂസ് ചെയ്യണം, പുതിയ ലെഡ്ജർ ബുക്ക് യൂസ് ചെയ്യണം. ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിന്റെ അക്കൗണ്ടിങ് പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ പുതിയ ജേർണൽ ബുക്ക്, പുതിയ ലെഡ്ജർ ബുക്ക്. സോ കണക്ട് ചെയ്ത് തരാം. സോ അതിനാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ ടോട്ടൽ ലൈഫ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ സ്പ്ലിറ്റ് ചെയ്യണം ഇൻറ്റു സെപ്പറേറ്റ് പ്ലോട്ട്, ഈച്ച് പ്ലോട്ട് കണ്ടെയ്നിങ് 12 months. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ April 1 മുതൽ 31 മാർച്ച് വരെ അങ്ങനെയാണ് ഉണ്ടാവുക. April 1 to 31 മാർച്ച് ഓഫ് ദ കമ്മിങ് അക്കൗണ്ടിങ്. ആ ഡേറ്റിന്റെ ഉള്ളിൽ അക്കൗണ്ടന്റ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവന്റ്സിനെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ച് ജേർണൽ ബുക്കിൽ എൻട്രി എഴുതണം. ലെഡ്ജർ ബുക്കിൽ കൺസേൺഡ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അക്കൗണ്ടിങ്ങിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ വരുന്നതാണ്. അപ്പൊ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡ് ആകുമ്പോൾ പഠിച്ചിട്ടുണ്ട് ബാലൻസിങ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരട്ടെ. അതിനു മുന്നേ നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ട്രഡീഷണൽ അപ്രോച്ച് ആണ് എടുത്തിട്ടത്. ട്രഡീഷണൽ അപ്രോച്ച് എടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിൽ നല്ല ഡെപ്ത് നോളജ് ഉണ്ടാവും. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അപ്രോച്ച് ആണ്. ഇംഗ്ലണ്ടിലുള്ള അക്കൗണ്ടന്റുമാര് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ ഫോളോ ചെയ്യുന്ന അപ്രോച്ചാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിലുള്ള അക്കൗണ്ടൻസ് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ലോകത്തെ 2 അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, ഇംഗ്ലീഷ് റൂൾ, ആൻഡ് സെക്കൻഡ് മോഡേൺ അപ്രോച്ച്, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച്, അമേരിക്കൻ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ലോകത്തിലെ എല്ലാ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നവരും ഈ 2 അപ്രോച്ചുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഫോളോ ചെയ്യുക, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിൽ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ബട്ട് ആ മോഡേൺ അപ്രോച്ച് കൂടി നമുക്ക് സംസാരിച്ചിട്ട് ഡെബിറ്റും ക്രെഡിറ്റും മോഡേൺ അപ്രോച്ചിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് നമുക്കൊരു വർക്ക് അസൈൻമെന്റ് രൂപത്തിൽ ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഞാൻ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ബിഗിനിങ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരെയൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ഇമേജറി ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കി തരാം. നമുക്ക് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യാം, ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇയർ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ബാലൻസിങ്ങും മീൻസ് ട്രയൽ ബാലൻസിങ്, ഫൈനലൈസേഷനൊക്കെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ, അത് വേഗം സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നില്ല. അപ്പോൾ സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല 100% ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതാവാം മീൻസ് മോഡേൺ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റുകളും ക്രെഡിറ്റ് ആസ്പെക്റ്റുകളും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് നോക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽ ക്ലാസ്സുകളിൽ ഒരിക്കലും ഒരു ടോപ്പിക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും രൂപത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ മോഡേൺ അപ്രോച്ച് ഓർ അമേരിക്കൻ റൂൾ ഓർ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് എന്നാണ് പറയുക. മോഡേൺ അപ്രോച്ചിൽ ഈ മോഡേൺ അപ്രോച്ചിൽ പേഴ്സണൽ, നോമിനൽ, റിയൽ ക്ലാസിഫിക്കേഷൻ ഇല്ല. പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് എന്നുള്ള പരിപാടി ട്രഡീഷണൽ അപ്രോച്ചിലേ ഉള്ളൂ. ബട്ട് ഡ്വൽ ആസ്പെക്ട് എന്തായാലും എല്ലാ സ്ഥലത്തും വേണ്ടല്ലോ. ഡ്വൽ ആസ്പെക്ട് ഇല്ലാതെ ഡബിൾ എൻട്രി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ മോഡേൺ അപ്രോച്ചിൽ ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് എന്താന്ന് പറഞ്ഞാല്
വന്ന അധികം ആൾക്കാരും, അതായത് ഇത് സിമ്പിൾ അപ്രോച്ചാണ്. അത് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർ മാക്സിമം മെയിനായിട്ട് ഈ മോഡേൺ അപ്രോച്ച് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ എസെറ്റ്, പിന്നെ ലാബിലിറ്റീസ്, പിന്നെ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, പിന്നെ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, പിന്നെ ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി. ബട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രഡീഷണൽ അപ്രോച്ച് ആണെങ്കിൽ മോഡേൺ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സെയിം ഡെബിറ്റും ക്രെഡിറ്റും തന്നെയാണ്, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന മോഡേൺ അപ്രോച്ച് ആയിരിക്കാം. മോഡേൺ അപ്രോച്ച് സിമ്പിൾ മെത്തേഡാണ്, അതും ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്ന ട്രഡീഷണൽ അപ്രോച്ച് ആവാം. ബട്ട് ട്രഡീഷണൽ അപ്രോച്ച് ഞാൻ ആദ്യം ക്ലാസ് എടുക്കാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ, ആ തരത്തിലെ ക്വസ്റ്റ്യൻസ് വരികയും ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് അത് ആൻസർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ട്രഡീഷണൽ അപ്രോച്ച് ക്ലാസ് എടുത്തത്. അപ്പൊ മോഡേൺ അപ്രോച്ചിൽ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡുവൽ ആസ്പെക്റ്റില് ഒന്നുകിൽ അസെറ്റ്, ഒന്നുകിൽ ലയബിലിറ്റി, അല്ലെങ്കിൽ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, അല്ലെങ്കിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ, അങ്ങനെയാണ് ഉണ്ടാവുക. അവിടെ പേഴ്സൺ ആൻഡ് നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നില്ല ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ. നമ്മൾ പഠിച്ചു അസെറ്റ് റിയൽ, ലയബിലിറ്റീസ് എല്ലാ ലയബിലിറ്റീസും പേഴ്സണൽ അക്കൗണ്ടാണ്, എല്ലാ ലയബിലിറ്റീസും പേഴ്സണൽ അക്കൗണ്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ട്രഡീഷണൽ അപ്രോച്ചിൽ എന്റെ ഓർഡർ പ്രകാരം ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഈസി ആയിട്ടും നല്ലതുപോലെ ഡെപ്തിൽ ചിന്തിച്ച് പഠിക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഡറാണത്. അപ്പം ട്രഡീഷണൽ അപ്രോച്ചിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ എന്താ പഠിപ്പിച്ചു തന്നിരുന്നത്, അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, ഡുവൽ ആസ്പെക്ട് ക്യാഷും ക്യാപിറ്റലും ആണ്. ക്യാഷ് അസെറ്റ് ആണ്, റിയൽ ആണ്, സ്ഥാപനത്തിലേക്ക് വരുന്നു, ഡെബിറ്റ് ചെയ്യണം. ഓണേഴ്സ് ക്യാപിറ്റൽ പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്, ഗിവർ ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്തായാലും പിന്നെ പേഴ്സണൽ അക്കൗണ്ടാണ്, ലാബിലിറ്റി ആണ്, നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടാവാം. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് കൊണ്ടുവയ്ക്കുക. അപ്പൊ എല്ലാ ലാബിലിറ്റീസ് അക്കൗണ്ടുകളും പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും, എല്ലാ ലാബിലിറ്റി അക്കൗണ്ടുകളും പേഴ്സണൽ അക്കൗണ്ടാണ്. ബട്ട് പേഴ്സണൽ നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻ ഏത് അപ്രോച്ചിലില്ല? മോഡേൺ അപ്രോച്ചിൽ പേഴ്സണൽ നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻസ് ഇല്ല. അപ്പോൾ മോഡേൺ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിൽ 100% ഷുവർ ആയിട്ടും ഈ അഞ്ചെണ്ണത്തിൽ ഏതാണെന്ന് പറയാൻ പറ്റുമേ. അസെറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ദെൻ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ മോഡേൺ അപ്രോച്ച് പ്രകാരം ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇവിടെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പേഴ്സണൽ നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻ ഇല്ല. ഡുവൽ ആസ്പെക്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അസെറ്റ് ആവാം, ലയബിലിറ്റി ആവാം, എക്സ്പെൻസ് ആവാം, ലോസസ് ആവാം, ഇൻകം ആവാം, ഗെയിൻ ആവാം, ക്യാപിറ്റൽ ആവാം. അപ്പോ കോൺസെപ്റ്റ് ഇതാണ്. പിന്നെ ട്രാൻസാക്ഷൻ ഉണ്ടായി, ഡുവൽ ആസ്പെക്ട് കണ്ടുപിടിച്ചു, അതിലൊരു അസെറ്റ് ആണ്. ആ ട്രാൻസാക്ഷൻ ഉണ്ടായതുകൊണ്ട് ആ അസെറ്റ് ഇൻക്രീസ് ആവുകയാണ്. ഇൻക്രീസ് ഇൻ അസെറ്റ് ഈസ് ഡെബിറ്റഡ്. ഓർമ്മ വരുന്നുണ്ടാവുമല്ലോ, ഇൻക്രീസ് ഇൻ അസെറ്റ് ഡെബിറ്റ് ചെയ്യണം. അസെറ്റ് കുറയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ഡുവൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു, അതിലൊരു അസെറ്റ് ആണ് അസെറ്റ്. ആ ട്രാൻസാക്ഷൻ ഉണ്ടായതുകൊണ്ട് ആ അസെറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം, കുറയുകയാണ് ഡിക്രീസ് ആണെങ്കിലോ ക്രെഡിറ്റ് ചെയ്യാം. ഡിക്രീസ് ഇൻ അസെറ്റ് ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ തരുന്നുണ്ട്, രണ്ട് അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി എഴുതാൻ നോക്കാം. ക്രെഡിറ്റഡ്, ഇതാണ് എസെറ്റ് വന്നാൽ. ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, രണ്ട് ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്തു, അതിലൊരു എസെറ്റ് ഉണ്ട്, ആ എസെറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, ആ ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ലൈക്ക് ലാബിലിറ്റീസ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ലാബിലിറ്റി ആണ്, ആ ലാബിലിറ്റി ആ ട്രാൻസാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ലാബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ ലാബിലിറ്റീസ് ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ഇൻ ലാബിലിറ്റീസ് ഡെബിറ്റ് ചെയ്യണം.
അപ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും മോഡേൺ അപ്രോച്ചിൽ തീരുമാനിക്കുന്നത്. അപ്പൊ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, അതിലൊരു എക്സ്പെൻസ് ഉണ്ടായി അല്ലെങ്കിൽ ലോസ് ഉണ്ടായി, ഇൻക്രീസ് ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ തരാം. ഓരോ വറീഡാവേണ്ട, ഏത് അപ്രോച്ച് ഫോളോ ചെയ്താലും ഡെബിറ്റും ക്രെഡിറ്റിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരേ ട്രാൻസാക്ഷൻ തിരിച്ചു മറിച്ചും ചെയ്ത് നോക്കാം, അപ്രോച്ചസ് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ട്രാൻസാക്ഷൻസ് ഉണ്ടായി, ഇൻകം ആവാം ഗെയിൻ ആവാം. ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റ്. പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും ഇതൊക്കെ എക്സാമിന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇൻക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റഡ്. ഡിക്രീസ് ഇൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഡെബിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഉണ്ടാവും. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ഇതാണ് റോൾ. ഇപ്പൊ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നു, ഡോല ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഡോല ആസ്പെക്ടിൽ നമുക്ക് എന്തായാലും മോഡേൺ അപ്രോച്ച് ഫോളോ ചെയ്യുമ്പോൾ ഈ 5 ഏതാണെന്ന് പറയാൻ പറ്റും. കൂടുന്നുണ്ടെങ്കിൽ അസറ്റ് ആണെങ്കിൽ കൂടുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റീസ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ആവുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. സോറി. അപ്പൊ ഇതാണ് മോഡേൺ അപ്രോച്ച്. നമ്മൾ ഏത് അപ്രോച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിച്ചിട്ടാണല്ലോ ജേർണൽ ബുക്കിൽ എൻട്രി എഴുതുക. അപ്പൊ അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെയിം ഡെബിറ്റും ക്രെഡിറ്റും തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ അപ്രോച്ച് ഫോളോ ചെയ്യാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എല്ലാം പഠിക്കുന്നതാണ് നല്ലതേ. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമല്ലോ. എല്ലാ അപ്രോച്ചുകളും ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നുകൂടി, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ കണ്ടുപിടിക്കാൻ വി ക്യാൻ ഫോളോ 2 അപ്രോച്ചസ്. ഓക്കെ. നമുക്കൊരു 2-3 ട്രാൻസാക്ഷൻസ് തിരിച്ചും മറിച്ചും ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്കത് ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് എക്സാമിന് ഇപ്പോഴും ചോദിക്കാം, ബിൽഡിംഗ് അക്കൗണ്ട്. ഒരു മൊബൈൽ ഷോപ്പുകാരന് ബിൽഡിംഗ് അക്കൗണ്ട് എന്ത് അക്കൗണ്ട് ആണെന്ന് ചോദിക്കാം. ബിൽഡിംഗ് അക്കൗണ്ട് എന്റെ ഓപ്ഷൻ ചോദിക്കാം. പേഴ്സണൽ, നോമിനൽ, റിയൽ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ അപ്രോച്ച് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് എന്ന് എഴുതണം. അതേ സമയത്ത് തന്നെ മോഡേൺ അപ്രോച്ച് പ്രകാരം നമുക്ക് ക്വസ്റ്റൻ ഇങ്ങനെയും ചോദിക്കാം. ഇൻക്രീസ് ഇൻ ബിൽഡിംഗ് ഈസ് ഡെബിറ്റഡ്. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇൻഡയറക്റ്റ് വേയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ 2 അപ്രോച്ചും ഫോളോ ചെയ്യണേ. ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറീസ് ആണ്. നമ്മുടെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനം സ്റ്റാഫിന് സാലറീസ് കൊടുത്തു. നമുക്ക് ഇതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിച്ച് നോക്കാം. ഞാൻ ഫസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ചിൽ എൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ ഫോളോ ചെയ്തു തരാം. ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഇത് നമ്മളെന്താ ചിന്തിക്കില്ല, ഈ പെയ്ഡ് സാലറീസ് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ട്രഡീഷണൽ അപ്രോച്ച് ആണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. 2 ആസ്പെക്ട്, ക്യാഷ് അക്കൗണ്ടും സാലറി അക്കൗണ്ടുമാണ്. ക്യാഷ് എസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ എന്താ? ക്യാഷ് വന്നാൽ ഡെബിറ്റ്, പോയാൽ ക്രെഡിറ്റ്. സാലറി കൊടുക്കും, ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ്. സാലറി എക്സ്പെൻസ് ആണ്. സാലറി എന്താ? എക്സ്പെൻസ്. നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ എന്താ? എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ ബുക്കിൽ എൻട്രി ട്രഡീഷണൽ അപ്രോച്ച് ആണ്. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ആസ്പെക്ട് കിട്ടിയല്ലോ. ടു ക്യാഷ് എന്ന ജേർണൽ എൻട്രി എഴുതാം. എമൗണ്ട് 1000. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്ത് ഏത് അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ടാ? ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ടല്ലേ ചെയ്തേ.
ട്രഡീഷണൽ അപ്രോച്ച് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രിയിലേക്ക് എത്തിച്ചേർന്നത്. സെയിം ട്രാൻസാക്ഷൻ നമുക്ക് മോഡേൺ അപ്രോച്ച് അപ്ലൈ ചെയ്യാം. മോഡേൺ അപ്രോച്ചിൽ പേഴ്സണൽ നോമിനൽ റിയൽ ക്ലാസിഫിക്കേഷൻസ് ഇല്ല. ബട്ട് ഡബിൾ എൻട്രി സിസ്റ്റം എവിടെ നമ്മൾ ലോകത്ത് എവിടെ പോയിട്ട് ചെയ്യുമ്പോഴും ഡ്വൽ ആസ്പെക്ട് ഐഡന്റിഫൈ ചെയ്യണം. സോ പെയ്ഡ് സാലറീസിന്റെ ഡ്വൽ ആസ്പെക്ട് ക്യാഷും സാലറിയാണ്. ക്യാഷ് എസെറ്റ് ആണ്. സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് എസെറ്റ് കൂടുമോ കുറയുമോ? കുറയും. ഡിക്രീസ് ആണ്. ക്യാഷ് എസെറ്റ് ഡിക്രീസ് ആവുകയാണ്. ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡിക്രീസ് ഇൻ എസെറ്റ് ഈസ് ക്രെഡിറ്റഡ്. സാലറി എക്സ്പെൻസ് ആണ്. സാലറി എക്സ്പെൻസ് കൊടുക്കുമ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുക, ഇൻക്രീസ് ആണ്. അപ്പൊ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഇൻ സാലറീസ്, ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ചു. ഡെബിറ്റ്, സാലറി, ക്രെഡിറ്റ്, ക്യാഷ് സെയിം. എൻട്രി മോഡേൺ അപ്രോച്ച് പ്രകാരം എൻട്രി സെയിം, മാറ്റമൊന്നുമില്ല. സാലറീസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, എമൗണ്ട് 1000 തന്നെ. അപ്പൊ ഏത് അപ്രോച്ച് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ലോകത്ത് രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ഇംഗ്ലണ്ടിൽ ഫോളോ ചെയ്യുന്ന, പിന്നെ അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ വേറെ 2 എക്സാമ്പിൾ കൂടി നോക്കാം. 1 മിനിറ്റ്. 2 എക്സാമ്പിൾ കൂടി നോക്കാം. ട്രഡീഷണൽ അപ്രോച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ട്രാൻസാക്ഷൻ ലോൺ ടേക്കൺ ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI റുപ്പീസ് 1 lakh. നമ്മുടെ സ്ഥാപനം SBI നിന്ന് ലോൺ എടുത്തു. ഓക്കെ, നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കാൻ 2 അപ്രോച്ചസ്. ഞാൻ ഫസ്റ്റ് ഡെപ്ത് നോളജ്, ട്രഡീഷണൽ അപ്രോച്ച്. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നമുക്കത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഡ്വൽ ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ടും SBI ലോണുമാണ്. ക്യാഷ് അസെറ്റ്, ക്യാഷ് അസെറ്റ് റിയൽ. ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, അസെറ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. SBI ലോൺ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ. പേഴ്സണൽ അക്കൗണ്ട്. ക്യാഷ് തന്നവര്, ലോണ് തന്നവര്, ഗിവറിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ട്രഡീഷണൽ അപ്രോച്ചാണ് ഫോളോ ചെയ്ത എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു SBI ലോൺ, എമൗണ്ട് 1 lakh. ഞാൻ ഫോളോ ചെയ്യുന്നത് ട്രഡീഷണൽ അപ്രോച്ചാണ്. ഇനി നമുക്ക് മോഡേൺ അപ്രോച്ച് ഫോളോ ചെയ്യാം. മോഡേൺ അപ്രോച്ച് ഡ്വൽ ആസ്പെക്ട് ക്യാഷ് അക്കൗണ്ട് SBI ലോൺ, ക്യാഷ് അസെറ്റ് റൂൾ. ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അസെറ്റ് വന്നോ, അസെറ്റ് ഇൻക്രീസ് ആയി. ലോൺ എടുക്കുമ്പോൾ ക്യാഷ് അസെറ്റ് കൂടുകയല്ലേ ചെയ്യാം. അസെറ്റ് ഇൻക്രീസ് ആണ്, ക്യാഷ് കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ്. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. SBI ലോൺ ലാബിലിറ്റി ആണ്, തിരിച്ചെടുക്കേണ്ടതല്ലേ? ലാബിലിറ്റി. ലോൺ എടുക്കുമ്പോൾ ലാബിലിറ്റി ഇൻക്രീസ് ആവുക ചെയ്യുന്നത്, കൂടുക ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിന്റെ ബാധ്യത കൂടുകയല്ലേ ചെയ്യുന്നത്, ഇൻക്രീസ് ആവുക ചെയ്യുന്നത്. എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ക്രെഡിറ്റഡ്, ഇൻക്രീസ് ഇൻ ക്യാഷ് ഡെബിറ്റഡ്, ഇൻക്രീസ് ഇൻ ലോൺ ക്രെഡിറ്റഡ്, ഇൻക്രീസ് ഇൻ ക്യാഷ് ഡെബിറ്റഡ്. അത്രേ ഉള്ളൂ. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡും ഡെബിറ്റ് ആസ്പെക്ട് ക്യാഷ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു SBI ലോൺ, എമൗണ്ട് 1 lakh. സെയിം എൻട്രി. അപ്പൊ ഏത് അപ്രോച്ച് ഫോളോ ചെയ്താലും ഡെബിറ്റിലും ക്രെഡിറ്റിലും യാതൊരു ചേഞ്ചസ് ഉണ്ടാവില്ല. ഏത് ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ലെവലിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 അപ്രോച്ചുകൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഐഡന്റിഫൈ ചെയ്യുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ജേണൽ ബുക്കിൽ എൻട്രി സ്വന്തമായിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നും, എൻട്രികൾ നോക്കിയിട്ട് ലെഡ്ജർ ബുക്കിൽ കൺസേൺഡ് അക്കൗണ്ടുകളിൽ എങ്ങനെ പോസ്റ്റിംഗ് ചെയ്യാം എന്നും, പിന്നെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ചും അതേപോലെ മോഡേൺ അപ്രോച്ചും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായത്. പിന്നെ കുറച്ച് ടേമുകളൊക്കെ ക്ലിയർ ചെയ്ത് ജേണൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ ബുക്ക് എന്താണ്, ജേണലൈസിങ്, ജേണൽ എൻട്രി, നറേഷൻ, മെറ്റീരിയൽ എവിഡൻസ്, കോൺസെപ്റ്റ്, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലെഡ്ജർ ബുക്കിനെ പറ്റിയുള്ള പ്രാക്ടിക്കൽ നോളജ് ഞാൻ തന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ നോളജ് തന്നെയാണ് തന്നത്. അപ്പോൾ ഇതൊക്കെ ഇഫക്റ്റീവായിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ഹോൾ അക്കൗണ്ടിങ് പ്രോസസ്സ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സോടുകൂടി കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഫുൾ ജേണൽ ടു ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ മക്കൾ ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ബാക്കി അടുത്ത ദിവസമാവാം. ഓക്കെ, താങ്ക് യു.